السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ربنا زدنا علما، رب يسر ولا تعسر وتمم بالخير. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا. اللهم إنا نعوذ بك من علم لا ينفع وقلب لا يخشع ونفس لا تشبع ودعاء لا يستجاب لها. الحمد لله رب العالمين വബില്ലാഹി തൗഫീഖ്. എന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആനിലെ 100-ാമത്തെ അധ്യായം അൽഹംദുലില്ലാഹ് നമ്മൾ 14 സൂറത്തുകൾ അൽഹംദുലില്ലാഹ് കവർ ചെയ്തു എന്നർത്ഥം അല്ലേ. അൽഹംദുലില്ലാഹ് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് 100-ാമത്തെ സൂറയായിട്ടുള്ള സൂറത്തുൽ ആദിയാത്താണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഈ സൂറക്ക് 11 ആയത്തുകളാണുള്ളത്. അതുപോലെ തന്നെ ഇത് മക്കയിലാണ് അവതരിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിന്റെ അവതരണ പശ്ചാത്തലം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ഒന്നും തന്നെ മെൻഷൻ ചെയ്യാത്ത കാരണം നമ്മൾ ഡയറക്റ്റ് സൂറയിലേക്ക് പോവാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഈ സൂറയും ഇതിനു മുമ്പുള്ള സൂറത്തും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സൂറത്തുൽ ഖാരിയ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 സൂറത്തുകൾ ഒരു ക്ലസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കണക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സൂറത്തുൽ സൽസല, സൂറത്തുൽ ആദിയാത്ത്, സൂറത്തുൽ ഖാരിയ, സൂറത്തുൽ തകാസുർ അല്ലെ. ഒന്ന് പരലോകത്തിനെ കുറിച്ച് പറയുന്നു, മറ്റൊന്ന് ദുനിയാവിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. എന്നാൽ നമുക്ക് സൂറത്തുൽ സൽസലയും സൂറത്തുൽ ആദിയാത്തും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് ചെറുതായിട്ട് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സൽസലയിൽ പറയുന്നുണ്ട്, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് അല്ലേ. ആര് ഒരു അണുമണി തൂക്കം നന്മ ചെയ്യുന്നുവോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടായിരുന്നു, അവർ അത് കാണും എന്നുള്ളത്. അപ്പോൾ അവിടെ ഏറ്റവും ചെറിയൊരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ ഒരു സൂറത്തിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ക്രിയേഷൻസിൽ പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ കുതിരകളെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വൽ ആദിയാത്ത് എന്ന് സത്യം ചെയ്തുകൊണ്ട് പറയുന്നത്. അള്ളാഹു എന്തിനെങ്കിലും ഒന്ന് സത്യം ചെയ്തുകൊണ്ട് പറയുകയാണെന്നുണ്ടെങ്കിലും അതിന് ഗ്രേറ്റ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതാണ് ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കണക്ഷൻ. അപ്പോൾ സൂറത്തുൽ ആദിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ക്രിയേഷനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ സൂറത്തുൽ സൽസലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ മൈന്യൂട്ട്, നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും ചെറുതായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഇനി സൂറത്തുൽ സൽസലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയങ്കര അതിഭീകരമായിട്ടുള്ള സംഭവത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത് അല്ലേ. എന്തൊക്കെയായിരിക്കും ഖിയാമത്ത് നാൾ തുടങ്ങുമ്പോൾ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സമയത്ത് നടക്കുന്ന ആ ഒരു സിറ്റുവേഷനെ കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു നമുക്ക് പറഞ്ഞു തരാണ്. എന്നാൽ സൂറത്തുൽ ആദിയാത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് മനുഷ്യന്മാർ വഖാലിൽ ഇൻസാനു മാലഹ എന്നൊക്കെ പറയാനുള്ള കാരണം, അതിൻ്റെ റീസൺ ഇവിടെ ജസ്റ്റിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായിട്ടും മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനായതുകൊണ്ടാണ് അവർ ആ ഒരു സമയത്ത് വഖാലിൽ ഇൻസാനു മാലഹ അല്ലെ. അതായത് അവിടെ ഇൻസാൻ ഉദ്ദേശിക്കുന്ന ആരെയാണ്? ഈ ജഡ്ജ്മെൻറ്റിനൊന്നും വിശ്വസിക്കാതെ, അല്ലെങ്കിൽ പരലോകം ഉണ്ടെന്നോ സ്വർഗ്ഗം നരകമുണ്ടോ ഒന്നും വിശ്വസിക്കാത്ത ആളുകളാണ് ചോദിക്കുക എന്ത് പറ്റി എന്നുള്ളത്. മറ്റുള്ളവർ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് അല്ലെ. വിശ്വാസികൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ് ടു ഫേസ് ദാറ്റ്. പക്ഷെ അവിശ്വാസികളും അവർ യാതൊന്നും പ്രിപ്പയർഡ് അല്ല. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും അല്ലെ, വഖാലിൽ ഇൻസാനു മാലഹ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ചെറിയ ഈ 2 കണക്ഷൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് സൂറത്തിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ആദിയാതി ളബ്ഹാ. കിതച്ചുകൊണ്ട് ഓടുന്നവയും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ ആദിയാത്ത് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുതിരകളാണ് എന്നാണ് ഏറ്റവും പ്രബലമായിട്ടുള്ള ഒപ്പീനിയൻ. അപ്പോൾ നമുക്ക് അതിന് മുമ്പായിട്ട് ഈ വാവിനെ കുറിച്ചിട്ടൊന്ന് പറയാം. വാവുൽ ഖസം. വാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാവാണ്. വാവ് പല അർത്ഥങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഇവിടെ വാവുൽ ഖസമാണിത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട്, കുറേ കാര്യങ്ങൾ വെച്ച് സത്യം ചെയ്തിട്ട് അള്ളാഹു എന്താക്കും? ഒരു
എന്താണ് ഇമ്പോർട്ടൻറ്റ് മാറ്റർ പറയും. അതാണ് അള്ളാഹുവിൻ്റെ ഒരു ശൈലി അല്ലേ. നമ്മൾ വൽ അസ്ർ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് അള്ളാഹു എന്താ പറഞ്ഞത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ അല്ലേ. അപ്പോൾ അവിടെ അള്ളാഹു എന്തിനെ തൊട്ടാണ് സത്യം ചെയ്തത്? അസറിനെ കുറിച്ചിട്ട്. അസർ എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അസർ ആയിരുന്നു നമ്മൾ സത്യം ചെയ്യാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന വസ്തു. എന്നിട്ട് അള്ളാഹു എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട് മാറ്റർ പറയുന്നത്? ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ അല്ലേ. തീർച്ചയായിട്ടും മനുഷ്യരെന്താണ് നഷ്ടകാര്യങ്ങളിൽ പോയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയണം. സുബ്ഹാനല്ലാഹ്. അപ്പം അതേപോലെ തന്നെ ഈ സൂറത്തിലും അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് എന്താണ് പറയുക, ഇതുപോലെ വാൽ ഖസമുകൾ ചെയ്തിട്ട് വല്ല ആദിയാത്ത് അതിന് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറഞ്ഞ് 5 ആയത്ത് കഴിഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ സബ്ജക്റ്റ് എന്താണ്, സബ്ജക്റ്റ് മാറ്റർ എന്താണ് അള്ളാഹു സത്യം ചെയ്തിട്ട് പറയാൻ പോകുന്നത് നമ്മൾ കാണുന്നു. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെ ഈ സത്യങ്ങളൊക്കെ ചെയ്യുന്നത്? ഒന്നാമതായിട്ട് അള്ളാഹു അവരുടെ ശ്രദ്ധ പിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ കേൾക്കുന്ന ആളുകളുടെ ശ്രദ്ധ പിടിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഭയങ്കര എല്ലാവർക്കും തെളിഞ്ഞ രീതിയിൽ അറിയുന്ന സംഗതികളെ കുറിച്ചിട്ടായിരിക്കും മിക്ക സമയങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു അറ്റൻഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ഒന്നാമതായിട്ട്. അതുപോലെ തന്നെ ടു സെറ്റ് ആൻ ആർഗ്യുമെൻറ്റ്, അതായത് അവർക്ക് ഈ കേൾക്കുന്ന ആളുകൾക്ക് എന്താണ് പറയുക, അതിന് എതിരായിട്ടൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ആർഗ്യുമെൻ്റാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇട്ട് കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് നോക്കാം. അപ്പോൾ അള്ളാഹു ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹു ആദ്യം തന്നെ ഡയറക്റ്റ് ആ ഒരു സബ്ജക്റ്റ് പറയുന്നതിന് പകരം അവർക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളെ കൊണ്ട് സത്യം ചെയ്യുകയാണ് ചെയ്തത്. അതായത് നമുക്കറിയാം ഈ ഒരു സൂറത്ത് ഇറങ്ങുന്നത് ആർക്കാണ്? മക്കക്കാർക്കാണ് അല്ലെ. മക്കയുള്ള സമയത്താണ് നമ്മൾ പറഞ്ഞു മക്കി സൂറ ആയത് കാരണം അവിടെ ഖുറൈശികളാണ്. അവരുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ സംസാരിക്കാം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവരുടെ അറ്റൻഷൻ അങ്ങനെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെവലിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല എത്തിച്ചിട്ടാണ് അള്ളാഹു എന്താണ് അവരോട് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് പിന്നീട് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ അള്ളാഹു എന്താണ് ആദ്യം തന്നെ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള വേർഡ്സ് കൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഹലാലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അവരോട് പറഞ്ഞുകൊണ്ട് എന്താണ് അവരുടെ അറ്റൻഷൻ ഇവിടെ എടുക്കണം. സുബ്ഹാനല്ലാഹ്. പിന്നെ ഈ അറബുകളുടെ ഒരു പ്രത്യേകത നമുക്ക് നോക്കാം. ഇവർ പെട്ടെന്ന് തന്നെ ഫൈറ്റിങ്ങിലേക്ക് പോകും. അതായത് ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ അവർ വേഗം പോയിട്ട് യുദ്ധത്തിലേക്ക് പോകും. ചിലപ്പോൾ ഒരാളുടെ എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെട്ടു, അപ്പം എന്താണ് പറയുക, മറ്റ് ഗ്രൂപ്പിലത്തെ ആളുകൾ അല്ലെങ്കിൽ മറ്റ് ഗോത്രങ്ങളിലെ ആളുകളാണ് ചെയ്യുന്നതെങ്കിൽ ആ ഗോത്രത്തെ ആളുകളെ പോയിട്ട് ഫൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ നഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്താണ് വളരെ പെറ്റി ഇഷ്യൂസ് എന്ന് പറഞ്ഞ പോലെ അത്രയും ചെറിയ ഇഷ്യൂസിന് വേണ്ടിയിട്ട് അവർ ഫൈറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഇവർ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് കവിത കേൾക്കാൻ. അറബികൾ അവർ ഭയങ്കര ലിറ്ററേച്ചറിൽ ഭയങ്കര ഉഷാറായിരുന്നു. അവർക്ക് വേറെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർക്ക് ഫാമിങ്ങോ അതല്ലെങ്കിൽ മായാജാലോ അങ്ങനത്തെ ഒന്നും അല്ലായിരുന്നു അവരുടെ ഫീൽഡ്. അവരുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പോയട്രി. ഭയങ്കരമായിട്ട് എഴുത്തായിരുന്നു അവരുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അങ്ങനെ നമുക്കറിയാം, നമ്മൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ പാട്ടിലൊക്കെ ലിറിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, കൂടുതലും ആളുകൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും ആ ലിറിക്സിൽ വരിക അല്ലേ. ഒരിക്കലും എന്താണ് പറയുക, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇതാണ്, നിങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിക്കണം എന്നൊന്നും പറഞ്ഞിട്ടുള്ള പാട്ടൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നമുക്കറിയാം വളരെ വെറൈറ്റി ആയിട്ട് തന്നെ അതൊക്കെ വളരെ കുറച്ചേ കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഇതേപോലെ തന്നെ അറബുകൾക്കും അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായിരിക്കും അവരവരുടെ കവിതകളിലൂടെയൊക്കെ പറയാം. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ കുതിരകൾ, അല്ലെങ്കിൽ ഒട്ടകം, കുതിര എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഒരു ക്രേസ് എന്ന് തന്നെ പറയാം. അതിൽ പറയുന്നുണ്ട് ഒട്ടകത്തിനല്ല അല്ലെങ്കിൽ കുതിരകളൊക്കെ അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഒട്ടകത്തിന് ഒരു സ്പെഷ്യൽ പ്ലേസ് കൊടുത്തിട്ട് അതിനെ മറ്റുള്ളവരിൽ നിന്നും ഹൈഡ് ചെയ്തിട്ട് അതിനെ പരിപാലിച്ച് അതിനെ നോക്കാൻ വേണ്ടിയിട്ട് സെർവനൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു അത്ര അറബികൾ ജീവിച്ചിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും ഇഷ്ടമായിരുന്നു അറബികൾക്ക് കുതിരകളെ. അപ്പോൾ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് എല്ലാവരെക്കാളും നന്നായിട്ട് അവരറിയാം അല്ലേ. അപ്പം അവരുടെ ശ്രദ്ധ പിടിച്ച് പറ്റുന്ന കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഒരു സൂറത്തിൻ്റെ തുടക്കത്തിലൂടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മറ്റുള്ളവരെ നമുക്ക് ദീനിലേക്ക് കൊണ്ടുവരാൻ അവർക്കിഷ്ടമുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് മെല്ലെ ഇസ്ലാമിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കാം
എന്നുള്ളൊരു ചെറിയൊരു എന്താണ് പറയുക ഹിഡൻ ആയിട്ടുള്ളൊരു മെസ്സേജും കൂടെ അല്ലാഹു സുബ്ഹാനഹു നമുക്ക് നൽകുന്നുണ്ട് സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് വൽ ആദിയാത്തി ദബ്ഹ. ആദിയാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് പറയുക, നമുക്കറിയാം അതിൻ്റെ റൂട്ട് ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, അയൻ ദാൽ വാവ് അല്ലേ. അതുവ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒതുവാൻ എന്നൊക്കെ പറഞ്ഞാലൊക്കെ എന്താണ്, ഒരു ദേഷ്യം ഉള്ളിൽ എന്താണ് പറയുക, ഒരു എനിമോസിറ്റി, നമുക്ക് ശത്രുത പറയില്ലേ, അതൊക്കെയാണ് ഈ ഒരു വാക്കിൻ്റെ റൂട്ട് ലെറ്ററിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ഇവിടെ ആദിയാത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ ഓടുന്ന ഒരു അനിമലിനെ കുറിച്ചിട്ടാണ്. ഈ അനിമലിൻ്റെ അടുത്ത് എന്താണ് ഫുള്ള് ഒരു എന്താണ് ശത്രുതയാണ്, ആരോട് എതിരെയുള്ള ആ ഒരു എതിരിൽ നിൽക്കുന്ന യുദ്ധത്തിലെ ആളുകളോടുള്ള ശത്രുതയോട് കൂടി എന്താണ് ഭയങ്കര ഫാസ്റ്റ് ഓടാണ്. നമുക്കറിയാം ആരെങ്കിലും യുദ്ധത്തിലേക്ക് ഏതൊരു മൃഗം ആണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും ഓടുന്ന സമയത്ത് എന്താണ് അവർ പിന്നെ സൈഡിലേക്കോ ബാക്കിലേക്കോ ഒന്നും നോക്കില്ല, മുന്നോട്ട് തന്നെ നോക്കിയിട്ട് ആ ശത്രുവിൻ്റെ നേരായിരിക്കും ഫുൾ കോൺസെൻട്രേഷൻ. അതുപോലെ ഓടുന്ന കുതിരകളെ അല്ലെങ്കിൽ ഓടുന്നവയെ കുറിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുന്നത്. വൽ ആദിയാത്ത്, ഓടുന്നവ കൊണ്ട് സത്യം. എങ്ങനെ ഓടുന്നവ? ദബഹ. ദബഹ എന്ന് പറഞ്ഞാൽ കിതച്ചുകൊണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു അള്ളാഹു ഏറ്റവും ഫസ്റ്റ് എന്താണ് ഇവരെ ശ്രദ്ധ പിടിക്കുകയാണ് അല്ലേ. അപ്പോൾ ഏറ്റവും ആദ്യം അള്ളാഹു എന്താണ് ചെയ്യുന്നത്, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കുതിരകളെ കുറിച്ചിട്ട് ആദിയാത്ത് എന്ന് പറയുമ്പോൾ തന്നെ അവർക്കറിയാം. ഇവിടെ ആദിയാത്ത് എന്നുള്ളത് സ്ത്രീലിംഗാണ്. അപ്പോൾ ഇവിടെ കുതിരകൾ യഥാർത്ഥത്തിൽ സ്ത്രീലിംഗ ഫോമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഫീമെയിൽ ഹോഴ്സിനെ വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സത്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവർ എങ്ങനെയാണ് ഓടുന്നതെന്ന് പറഞ്ഞത് പാൻറ്റിങ് അഹെഡ്, ലൈക്ക് കിതച്ചുകൊണ്ട്, അതായത് ഭയങ്കര സ്പീഡ് പോകുമ്പോൾ ആ സൗണ്ട് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ആ കിതപ്പിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഇവർ എന്താണ് പറയുക ഇവിടെ ഓടുന്നത്. അപ്പോൾ ഹെവി ബ്രീത്തിങ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള എന്താണ് പറയുക ഓട്ടാണ് ഇവിടെ കുതിരകൾ ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. ഇത് ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം, നമ്മളെന്തെങ്കിലും ഒരു പ്രോഗ്രാമൊക്കെ വരുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലിപ്സ് അവർ വെക്കുമല്ലോ, നമുക്ക് ആ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു 1 മിനിറ്റ് ട്രയൽ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ലേ. അപ്പോൾ അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു സീൻ അവർക്ക് കൊടുക്കുകയാണ്. അവർക്ക് നമ്മളെക്കാളും ബ്യൂട്ടിഫുള്ളി ഇമാജിൻ ചെയ്യാൻ പറ്റും. കാരണം അവരെന്താണ്, അവർ കഥകളും കവിതകളൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഭയങ്കര സ്പീഡിൽ ഓടുന്ന കുതിരകൾ, ഇങ്ങനെ അത് പെൺകുതിരകൾ ഭയങ്കര സ്പീഡാണ്. അതുപോലെ തന്നെ എന്താ പറയുക, യുദ്ധത്തിൽ എപ്പോഴും അവർ ഉപയോഗിക്കുക പെൺകുതിരകളെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ആ ഒരു ഇമാജിൻ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ അവരുടെ മനസ്സിലങ്ങനെ തെളിഞ്ഞു വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്ത് അവിടെ പാരായണം ചെയ്യുന്നു. അതുപോലെ തന്നെ പിന്നെ ദബഹ എന്ന് പറയുന്നത് അവർ സ്പീഡിൽ ഓടുന്നത് കാരണം ഉണ്ടാകുന്ന ആ ഒരു സൗണ്ടിനെ പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ശ്വാസം എടുക്കുന്നുണ്ടോ അല്ലേ, ഇൻഹെയിലിങ്ങും എക്സെയിലിങ്ങും, അതിനെയാണ് ദബഹ എന്ന് പറയുന്നത്. ഇനി ആദിയാത്തിൻ്റെ സിംഗുലർ അല്ലെങ്കിൽ ഏകവചനം എന്ന് പറഞ്ഞാൽ ആദിയ. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ് ഇവർ ഒരു സിംഗിൾ ബ്രേക്ക് പോലും എടുക്കാണ്ട് ഭയങ്കര ശക്തിയിൽ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ ദബഹ എന്നുള്ള വാക്കും യഥാർത്ഥത്തിൽ ഈ വൂൾഫില്ലേ, വൂൾഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൂൾഫ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ചെന്നായ. ഈ ചെന്നായ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, വേറെ തന്നെ സ്വഭാവമാണ് അല്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ദബഹ എന്നുള്ളതിലൂടെ ചെറുതായിട്ട് ചെന്നായയുടെ സ്വഭാവം കൂടെ ഇവിടെ ഈ ഒരു കുതിരകളിലേക്ക് കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെന്നായ എന്ന് പറഞ്ഞാൽ എപ്പോഴും അറ്റാക്ക് ചെയ്യുക, അതിനേക്കാളും വീക്കായിട്ടുള്ളതിനെ അറ്റാക്ക് ചെയ്യണം. ചെന്നായക്ക് അറിയാം എന്താണ് ഇന്ന ഈ ഒരു പ്രേ അല്ലെങ്കിൽ ഇര എന്നെക്കാളും ശക്തി കുറഞ്ഞതാണെന്നറിയാം. അങ്ങനെയാണ് ചെന്നായ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ കുതിരകളെ കമ്പയർ ചെയ്യുകയാണെന്ത്, ഭയങ്കര ശക്തിയിൽ ഓടുന്ന, അതുപോലെ തന്നെ കിതച്ചുകൊണ്ട് ഓടുന്ന ഫീമെയിലായിട്ടുള്ള ഈ ഒരു കുതിരകൾ ചെന്നായനെ പോലെ തൻ്റെ മുമ്പിലുള്ള ശത്രുക്കൾ തന്നെക്കാളും വീക്കാണ് എന്നുള്ള ആ ഒരു എന്താണ് പറയുക മനോധൈര്യത്തോടു കൂടിയാണ് അവർ പോകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇത്രങ്ങാനും കാര്യങ്ങളാണല്ലേ ഇവിടെ പറയുന്നത്. ഇനി ആദിയാത്തിന് മറ്റൊരർത്ഥമായിട്ട് പറഞ്ഞത് ഒട്ടകങ്ങളെ കുറിച്ചിട്ടും പറയുന്നുണ്ട്. ഒട്ടകങ്ങളും ആദിയാത്ത് എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്കറിയാം ഈ
ഒട്ടകത്തിൻ്റെ പുറത്താണ് ആളുകൾ ഹജ്ജൊക്കെ ചെയ്യാൻ വേണ്ടി പോവുക. അപ്പോൾ അതുകൊണ്ടാണ് ഒട്ടകങ്ങളാണെന്ന് ആദിയാത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത് മൈനോറിറ്റി ഒപ്പീനിയനാണ്. നമുക്ക് എന്തായാലും മെജോറിറ്റി ആയിട്ട് പോകാം. ഇനി വൽആദിയാതി ദബ്ഹ. അപ്പോൾ അത് കഴിഞ്ഞു അല്ലേ. ഇനി അടുത്ത ആയത്തിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി കാണാറുണ്ട് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില സൂറകളിലൊക്കെ കുറേ എന്താണ് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവാറുണ്ട്. വശംസ് വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ. അങ്ങനെ അള്ളാഹു ഓരോന്ന് എടുത്ത് ഇങ്ങനെ പറയും. വശംസ് ഒന്നല്ലേ, വൽ ഖമർ വേറെ, വശംസ് വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ, പിന്നെ വന്നഹാർ വേറെ. ഒന്ന് സണ്ണാണ്, ഒന്ന് മൂണാണ്, ഒന്ന് എന്താണ് പകലാണ്, ഒന്ന് രാത്രിയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോന്നിനെയും എടുത്ത് സത്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വാ കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത് ഉപയോഗിക്കുന്നത് ഫാണ്. ഓക്കെ, ഫൽ മൂരിയാത്തി ഖദ്ഹ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്താണ് അർത്ഥം? അങ്ങനെ കുളമ്പ് കല്ലിൽ ഉരസി തീ പൊരി പറപ്പിക്കുന്നവയും. സുബ്ഹാനല്ലാഹ്. അതായത് ഇവിടെ ഫ എന്ന് ഉദ്ദേശിക്കുന്നത് മുമ്പ് പറഞ്ഞിട്ടുള്ള ആ ഒരു എന്തിനെയാണ് സത്യം ചെയ്തിട്ടുള്ളത് അതിനെ കുറിച്ചിട്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽഡ് ആണ് എന്നർത്ഥം. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുന്നത്? അടുത്ത സീന് കാണിക്കണം. അതായത് ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞു, വൽ ആദിയാതി ദബ്ഹ, ഭയങ്കര അതിശക്തമായിട്ടുള്ള സ്പീഡിൽ കിതച്ചുകൊണ്ട് എന്താണ് എന്താ പറയുക, ഭയങ്കര എനർജറ്റിക് ആയിട്ട് തൻ്റെ മുമ്പിലുള്ള ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ട് കിതച്ചോടുന്ന ഫീമെയിൽ കുതിരകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് അടുത്തത് എന്താണ്? ഫൽ മൂരിയാത്തി ഖദ്ഹ. മൂരിയാത്ത് എന്നുള്ളത് ഔറ അല്ലെങ്കിൽ ഈറ എന്നൊക്കെ പറയും. ഈ ഒരു വാക്കിന് അർത്ഥം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രണ്ട് സാധനങ്ങൾ ഒരുമിച്ച് കുത്തുമ്പോൾ അവിടെ സ്പാർക്ക് വരുന്നത്, തീപ്പൊരി വരുന്നതിനാണ് ഈ ഒരു വാക്ക് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല കുതിരകളുടെ കുളമ്പ് കല്ലിൽ ഉരസുമ്പോൾ അല്ലെങ്കിൽ കല്ലിൽ തട്ടുമ്പോൾ ഉണ്ടാക്കുന്ന തീപ്പൊരിയാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഫാസ്റ്റിലായിരിക്കും ആ കുതിരകൾ ഓടുന്നുണ്ടാവുക അല്ലെ. ആ ഒരു ഫാസ്റ്റ്നെസ് കാരണം അത്രയും സ്ട്രോങ്ങിൽ സ്ട്രൈക്ക് ചെയ്യുന്നതുകൊണ്ട് കാണുന്നത് ആ ഒരു തീപ്പൊരി പറപ്പിക്കുന്നത്. എന്നിട്ട് അള്ളാഹു എന്താ പറയുന്നത്? ഖദ്ഹ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫൈനൽ സ്ട്രൈക്ക്, ഭയങ്കര ശക്തമായിട്ടുള്ള, വെരി ലൗഡ് എന്നും പറയും. ഭയങ്കര ലൗഡായിട്ടുള്ള ആ ഒരു സ്ട്രൈക്കിൽ എന്താ സംഭവിക്കുന്നത്? തീപ്പൊരി പറപ്പിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവർ ഏറ്റവും ഹയസ്റ്റ് സ്പീഡ്, ഈ കുതിരകൾ ഭയങ്കര സ്പീഡാണെന്ന് പറഞ്ഞത്. ഏതോ ഒരു വീഡിയോയിൽ ചീറ്റയും കുതിരയും ഓടുന്ന സമയത്ത് കുതിരക്കാണ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയ്ക്കും, ചീത്ത എന്ന് പറഞ്ഞാൽ ഫാസ്റ്റസ്റ്റ് അനിമലാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. പക്ഷെ അത്രയും ഹയസ്റ്റ് സ്പീഡിലാണ് ഇവിടെ കുതിരകൾ മുന്നോട്ട് കുതിച്ചോടുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആ ഒരു സീനിലേക്ക് ശക്തി കൂട്ടാണ്. കുറച്ചും കൂടെ മുമ്പത്തെ സീനിനെക്കാളും കുറച്ചും കൂടെ അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് പറയാണ്, ഈ കുതിരകൾ എങ്ങനെ ഓടുന്നത്? അവർ തീപ്പൊരിയൊക്കെ പറപ്പിച്ചിട്ടാണ് ഓടുന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് എപ്പോഴാണ് ഈ തീപ്പൊരി കാണാൻ പറ്റുക? പകലാണ്, രാത്രിയാണ് കൂടുതൽ കാണാൻ പറ്റുക? ഓഫ് കോഴ്സ് രാത്രിയിൽ അല്ലേ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രിയുടെ സീനും കൂടെ ഇവർക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഇവർ യഥാർത്ഥത്തിൽ എന്താണ് പറയുക, രാത്രിയുടെ അവസാന സമയത്താണ് അവരുടെ എന്താണ് സ്ഥലത്ത് നിന്നും ശത്രു സൈന്യത്തിൻ്റെ സ്ഥലത്തേക്ക് അവർ ഭയങ്കര കുതിച്ചോടാണ്. രാത്രിയുടെ അവസാന സമയത്താണ്. അങ്ങനെ ഓടി അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആളുകൾക്കൊക്കെ എന്താണ്, അവർ പോകുന്ന സ്ഥലത്തൊക്കെ എന്താണ് ഈ തീപ്പൊരി ഇങ്ങനെ പറന്ന് കാണാനും പറ്റുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത സീനിലേക്ക് പോവാണ്. ഫൽ മുഗീറാത്തി സുബ്ഹ, എന്നിട്ട് പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവയും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ കുതിരകളെ കുറിച്ചിട്ടാണ് പിന്നെയും ഫ വെച്ചിട്ടാണ് അല്ലാഹു തുടങ്ങുന്നത്. എന്താണ് ഈ ആളുകളും അല്ലെങ്കിൽ ഈ കുതിരകൾ എന്താണ് എങ്ങനെ ആക്രമിക്കുന്നത്? അവർ തൻ്റെ ശത്രുക്കളുടെ മുകളിലേക്ക്, ടോപ്പ് ഓൺ ദ എനിമി എന്നാണ് പറഞ്ഞത്. ശത്രുക്കളുടെ മുകളിലേക്കാണ് ആക്രമണം ചെയ്യുന്നത്. അതായത് അവരുടെ മുകളിൽ പോയിട്ട് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യണം. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ പോയിട്ട് ഫൈറ്റ് ചെയ്യുന്നതിനാണ് ഇവിടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ പറയുന്നത് ആദ്യം സഹാബാക്കളെ കുറിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ഇവിടെ മറ്റായത്തുകളൊക്കെ നോക്കുമ്പോൾ സഹാബാക്കൾക്ക് ചേർന്നിട്ടുള്ള രീതിയിലുള്ള വാക്കുകളല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ശത്രുത ഉള്ള അല്ലെങ്കിൽ എന്താണ് പറയുക, ഭയങ്കര അക്രമാസക്തമായിട്ടുള്ള ഒരു രീതിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ പറയുന്നത്. കാരണം അത് ഒരിക്കലും എന്താണ് പറയുക, സഹാബാകളെ കുറിച്ചിട്ടല്ല എന്നുള്ളതുണ്ട്. ഇവിടെ ഡിസ്ബിലീവേഴ്സിനെ കുറിച്ചിട്ടാണ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സുബഹ് അല്ലേ, സുബഹ് നമുക്ക് എല്ലാവർക്കും അറിയാം,
ഫജർ സമയം. ആ സമയത്താണ് എന്ത് ഇവരിവിടെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത്. കാരണം ഈ ഈ പകൽ അല്ലെങ്കിൽ സുബഹി സമയം ആരും കാണുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കറേജിയസ് ആണ്. എന്താണ് പറയാ, ധൈര്യശാലി എന്ന് പറയും അല്ലെ. ആരും കാണാതെ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നതും എല്ലാവരും മുമ്പിൽ ഫേസ് ടു ഫേസ് വന്ന് അറ്റാക്ക് ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ഒന്ന് അവരുടെ ധൈര്യം കാണിക്കും, ഒന്ന് അവരുടെ വീക്ക്നെസ് കാണിക്കും. അപ്പൊ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സീന് കാണിച്ചു കൊടുക്കുകയാണ്. സത്യനിഷേധികൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വൽ ആദിയാതി ളബഹ ഫൽ മൂരിയാതി ഖദഹ ഫൽ മുഗീറാത്തി സുബ്ഹ. അങ്ങനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഓടി 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 വന്നിട്ട് ഏത് സമയത്താണ്? പ്രഭാത സമയത്താണ് അവർ വന്നിട്ട് ആക്രമണം നടത്തുന്നത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ മുഗീറാത്ത് എന്നുള്ള വാക്ക് അൽ ഇഗാറ എന്ന് പറയും. ഇഗാറ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ടു അറ്റാക്ക് വിത്ത് ഇന്റൻഷൻ ടു കിൽ. കില്ല് ചെയ്യാനുള്ള ഇന്റൻഷനോട് കൂടി എന്താണ് പറയുക, അറ്റാക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക, റോബ് ചെയ്യാന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ രാത്രിയാണ് എന്ത് യുദ്ധത്തിന് ശരിക്ക് ഈസിലി എന്താണ് അറ്റാക്ക് ചെയ്യാൻ സുഖം. പക്ഷെ ഇവരെപ്പോഴാണ് വരുന്നത്? രാവിലെയാണ്. ഇത് അവരുടെ ധൈര്യത്തിനും കൂടെ കാണിക്കാൻ. ഇഗാറ എന്നുള്ളതിന് മറ്റൊരർത്ഥം എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ഉള്ളിലേക്കും ഭയങ്കര ഡീപ്പായിട്ട് പോവാം. ഇവിടെ എന്തിൻ്റെ ഉള്ളിലേക്ക് അവർ പോകുന്നത്? ഈ ശത്രുക്കൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തുകളിലൂടെ പറയുന്നുണ്ട് ഇങ്ങനെയാണ് അവർ പോകുന്നത് എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിലൂടെ അടുത്ത കാര്യം പറയാണ്, ഫഅസർന ബിഹി നഖഅ. അന്നേരത്ത് പൊടി പടലം ഇളക്കി വിട്ടവയും. സുബ്ഹാനല്ലാഹ്. ഫഅസർന. ഇത്ര നേരം നമ്മൾ ആദിയാത്ത്, ഫൽമൂരിയാത്ത്, അതുപോലെ തന്നെ ഫൽമുഗീറാത്ത്, അങ്ങനെ ആത്ത് 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 എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നതാണ് കേട്ടത് അല്ലേ. അവിടെയൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ എന്താണ് പറയുക, നൗണുകളായിരുന്നു. അതൊക്കെ എന്താണ് ഇസ്മുകളായിരുന്നു. ഇവിടെ ഫഅസർന. ഫ എന്നുള്ളത് നമുക്കറിയാം എന്നിട്ട് അപ്പം തന്നെ എന്താണ് അസർന. അസറ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഉയരുന്നതിനാണ് പറഞ്ഞത്. അതായത് ഭയങ്കര സ്പീഡിൽ പോയത് കാരണം എന്തെങ്കിലും എന്താണ് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങുന്നതിനാണ് അസറ എന്നുള്ള വാക്ക് ഉപയോഗിക്കുക. അസർന എന്നുള്ളത് സ്ത്രീലിംഗ ബഹുവചനാണ്. അപ്പോൾ എന്താണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുതിരകൾ ഭയങ്കര സ്പീഡിൽ അവരുടെ കുളമ്പിൽ നിന്നൊക്കെ തീപ്പൊരി പറപ്പിച്ചിട്ട് ആ ഒരു അക്രമികളുടെ എന്താണ് മുമ്പിലേക്ക് സുബഹി സമയത്ത് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർ ആ വരുന്ന സ്പീഡിൽ അസർന ബിഹി നഖഅ, പൊടിപടലം അവർ ഇളക്കി വിടാണ്. കാരണം അത്രയും സ്പീഡാണ് കുതിരകൾ, അത്രയും സ്പീഡിൽ ഗ്രൗണ്ടിൽ അടിക്കുന്നതുകൊണ്ട് തീയും പൊടിപടലൊക്കെ ഇളകാണ്. ആലോചിച്ചൊക്കെ എന്തായിരിക്കും ആ ഒരു സീൻ. അപ്പോൾ അറബ്സ് ഇത് കേട്ടിട്ട് ഇങ്ങനെ ഭയങ്കര ത്രിൽഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് സത്യം പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് നഖഅ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് പൊടിയിലാണ്, പൊടിപടലം. അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഡസ്റ്റിന് ഗബറ, ഹബ എന്നൊക്കെ വാക്കുകളുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നഖഅ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. നഖഅന് അതുപോലെ തന്നെ സൗണ്ടുകൾ റൈസ് ചെയ്യുന്നതിനും ഉപയോഗിക്കും. സൗണ്ട് എന്നുള്ള വാക്കിനും ഈ ഒരു നഖഅ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ രണ്ടർത്ഥം പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവർ സ്പീഡിൽ പോകുമ്പോൾ പൊടിപടലങ്ങൾ അങ്ങനെ ഉയരുന്നുണ്ട്. അപ്പോൾ പൊടിപടലം ഉയരുമ്പോൾ എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യും, സംസാരിക്കും, ഭയങ്കര ലൗഡ്ലി അവർ സൗണ്ട് റേസ് ചെയ്യും. ആ ഒരർത്ഥം ഇവിടെ ഉദ്ദേശിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ ഫഅസർന എന്നുള്ള ഒരർത്ഥം നമുക്ക് കിട്ടി. ഭയങ്കര സ്പീഡിൽ പോകുന്നത് കാരണം എന്തോ ഉയരുന്നത്, എന്തോ മുകളിലേക്ക് ഉയരാണ്. എന്താണ് ഉയരുന്നത്? നഖഅ അല്ലേ. അതായത് ഡസ്റ്റ്, പൊടിപടലാണ് ഉയരുന്നത്. സുബ്ഹാനല്ലാഹ്. ആലോചിച്ചൊക്കെ മോർണിംഗ് സമയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മണ്ണൊക്കെ നല്ലോണം കുറച്ചൊക്കെ ഒരു നനവൊക്കെ ഉണ്ടാകും. രാത്രിയുടെ ആ തണുപ്പ് കാരണമൊക്കെ നനഞ്ഞിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ ആ പൊടി ഉയരൂല. പക്ഷേ ഇവരുടെ സ്പീഡ് കാരണം സുബഹി സമയത്ത് പോലും പൊടി പടലങ്ങൾ ഉയരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്ര പ്രിസൈസ് ആയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അല്ലേ. ഇനിയുണ്ട് ഇവിടെ ബിഹി എന്നുള്ളൊരു വാക്ക് അതിന് നടുവിൽ വരുന്നുണ്ട്. ബിഹി, വിത്ത് ഇറ്റ് എന്നുള്ള അർത്ഥം. എന്തിനെ കൊണ്ടാണ്? ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ഈ സ്ഥലം കാരണം എന്താണ് ഇവർക്ക് എന്താ പറയുക ഉയർത്താൻ പറ്റുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് അവർ ആ ശത്രുവിൻ്റെ ആ അടുത്തേക്ക് പോകുന്ന ആ സ്ഥലത്തിന് ആണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. പിന്നെ രണ്ടാമത് പറഞ്ഞാൽ രാവിലെ ആയിട്ടും എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നു കാണിക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമതായിട്ട് നമ്മൾ ദൊബഹ എന്ന് പറഞ്ഞല്ലോ. ദൊബഹ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതെ, ദൊബഹ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവർ ഈ ശത്രുവിൻ്റെ സുബഹ, ദൊബഹ അല്ല കേട്ടോ, സുബഹ. അതായത് ഇതിന് മുമ്പത്തെ ആയത്തിൽ സുബഹ സമയമായിട്ട് പോലും എന്താണ്
ഇവര് എന്താണ് ഈ പൊടികളെ ഉയർത്തുന്നു. 2 പോയിന്റാണ്. ഒന്ന് ഈ ഒരു സ്ഥലം കാരണം ഉയർത്തുന്നു, രണ്ടാമത്തെ സുബിഹ് അല്ലെങ്കിൽ മോർണിംഗ് ടൈം ആയതുകൊണ്ട്. ഓക്കെ, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല അടുത്തതിലേക്ക് പോകണം. അപ്പോൾ ഓരോ സീനും ഇങ്ങനെ എന്താണ് ഇവർക്ക് ഇങ്ങനെ ഭയങ്കര ത്രില്ലിങ് കൊടുക്കുന്ന രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. ആദ്യം ജസ്റ്റ് എന്താണ് ഒരു കുതിരനെ പറഞ്ഞു അല്ലേ, ഫീമെയിൽ കുതിരനെ പറഞ്ഞു. എങ്ങനെയാണ് അത് ഓടുന്നത്, കിതച്ചുകൊണ്ട് ഓടുകയാണെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്താണ്, ആ ഓടുന്ന സമയത്ത് അതിൻ്റെ കുളമ്പ് നിലത്ത് തട്ടിയിട്ട് ഉരസിയിട്ട് ഭയങ്കരമായിട്ട് തീപ്പൊരി പറപ്പിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു എന്താണ്, അത് എന്താണ് സുബഹി സമയത്താണ് അക്രമികളുടെ അടുത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു നമ്മളിപ്പോൾ പഠിച്ച ആയത്തിൽ അള്ളാഹു പറഞ്ഞു എങ്ങനെയാണ് അവർ ഓടുമ്പോൾ എന്താ ഉയരുന്നത്, അവർ ഭയങ്കര ശക്തിയിൽ ഓടുന്നത് കാരണം പൊടിപടലങ്ങൾ ഉയർന്നു, അതുപോലെ തന്നെ ശബ്ദങ്ങൾ എന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവസാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഫവസത്ന ബിഹി ജംഅ, അതിലൂടെ ശത്രു സംഘത്തിന്റെ നടുവിൽ പ്രവേശിച്ചവയും തന്നെ സത്യം. സുബ്ഹാനല്ലാഹ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാണ് സത്യം എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ശത്രുക്കളെ കുറിച്ച്, അതായത് ഈ ഒരു കുതിരകളെ കുറിച്ച് പറയാണ്. എന്താ പറഞ്ഞത്, ഫവസത്ന. ഫ എന്ന് പറഞ്ഞാൽ അഗെയിൻ, അപ്പോൾ എന്നല്ലെങ്കിൽ ദെൻ എന്നുള്ള അർത്ഥമാണ്. വസത്ത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നടു, മിഡിൽ എന്നുള്ള അർത്ഥമാണ്. വസത്ന എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നടുവിലേക്ക് എന്താണ് പറയാ, തുളച്ച് കയറുക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ പെനട്രേറ്റ് ചെയ്യാന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥമാണ്. അപ്പോൾ ഈ ശത്രുക്കളുടെ അടുത്തെത്തി, എന്നിട്ട് എന്താണ് ശത്രുവിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോവാണ്. അതായത് ചുറ്റോടും ശത്രുക്കളും നടുവിൽ എന്താണ് ഈ അറ്റാക്ക്, ഇവർ ഈ കുതിരകളും എന്നുള്ള അർത്ഥമാണ്. സുബ്ഹാനല്ലാഹ്. അവര് അപ്പോൾ ആ നടുവിലേക്ക് ഫിയർലെസ്ലി, പേടില്ലാണ്ട് ഭയങ്കര കോൺഫിഡൻസോട് കൂടി, ഭയങ്കര അതിൻ്റെ ഉടമ പറഞ്ഞതനുസരിച്ചിട്ട് ഉള്ളിലോട്ട് അങ്ങോട്ട് കയറി ശത്രുക്കളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ ജമാ എന്നുള്ളത് ശത്രു, അതായത് അറ്റാക്ക് ചെയ്യുന്ന ആ ശത്രുക്കളെയാണെന്നും പറയുന്നുണ്ട്. അതല്ല, രണ്ടാമത്തെ അർത്ഥം എന്ന് പറഞ്ഞത് ഈ എല്ലാ കുതിരകളും ഒന്നിച്ച് നടുവിലേക്ക് പോയി എന്നും പറയുന്നുണ്ട്. സാധാരണ യുദ്ധത്തിൽ എന്ന് പറഞ്ഞാൽ ഓരോ ഒന്നിന് റോസായിട്ടായിരിക്കും, നിര ആയിട്ടായിരിക്കും ഇങ്ങനെ നിൽക്കുക. രണ്ട് ശത്രുക്കളും, രണ്ട് ഗ്രൂപ്പ് ഓഫ് എന്താണ് അറ്റാക്ക് ചെയ്യുന്ന ആളുകളും നിരയായിട്ടായിരിക്കും നിൽക്കുക. ഇവിടെ ഇവർ ഭയങ്കര കോൺഫിഡൻസ് ആയതുകൊണ്ട് തന്നെ ഇവർ അങ്ങനെ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നൊന്നല്ല, ഇവർ ഒന്നായിട്ട് ശത്രുവിൻ്റെ നടുവിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്കൊന്ന് ഒരു ക്യാമറ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കാം. അപ്പോൾ എന്താണ് കുതിരകൾ ഓടി വരാണ്, രാത്രിയുടെ അവസാന സമയമാണ്, സൂര്യൻ ഉദിക്കുകയാണ്. ശത്രുക്കൾ ഈ സ്പാർക്സ് കാണുന്നുണ്ട്, ഈ കുളമ്പടി നിലത്ത് തട്ടിയിട്ട് ഉയരുന്ന ആ സ്പാർക്സും, അതുപോലെ തന്നെ എന്താണ് ഭയങ്കര സ്പീഡിൽ പോകുമ്പോൾ പൊടിപടലങ്ങൾ ഉയരുന്നതും ശബ്ദങ്ങളും ഒക്കെ അവർ കേൾക്കുകയാണ്. കുതിരകൾ ഭയങ്കര സ്പീഡിൽ പോകുന്ന കാരണം തന്നെ അതിൻ്റെ കിതപ്പും കേൾക്കുന്നുണ്ട് ഇവർ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവർ എന്താണ് സത്യം പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഈ എനിമീസ് വരുന്ന കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ്. അങ്ങനെ ഈ എനിമീസ് എന്താണ് ഇവരുടെ നടുവിലേക്ക് വന്നിട്ട്, അതായത് ഈ കുതിരകൾ ഇവരുടെ നടുവിലേക്ക് വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുക. സുബ്ഹാനല്ലാഹ്. ഇവിടെ ആദിയാത്ത് എന്ന് പറയുമ്പോൾ കുറേ കൗണ്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. ആദിയാത്ത് ജമഅക്കില്ല, അതായത് കുറച്ച് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് എന്ന് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നടുവിൽ കുതിരകളും അതിൻ്റെ ഉടമകളും ചുറ്റും എന്താണ് ശത്രുക്കളായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇപ്പോൾ അവസാനമായിട്ട് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒന്ന് ആലോചിച്ചൊക്കെ, ഈ ഇത്രയും നമ്മൾ കേൾക്കുമ്പോൾ ഇനി നമുക്ക് അടുത്തത് എന്താണ്, ആരാണ് യുദ്ധത്തിൽ ജയിച്ച് തോറ്റ, അല്ലെങ്കിൽ നമുക്ക് പലതും നമ്മുടെ മനസ്സിൽ വരാം. ഇനി എന്താണ് ക്ലൈമാക്സ്, അങ്ങനെയൊക്കെ ഒരു ചിന്ത വരുമല്ലോ അല്ലേ. ആരാണ് ഇതിൽ വിജയിക്കുക, എങ്ങനെ വിജയിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ശത്രുക്കൾ കുറേ ഉണ്ടാകും, ഇവർ കുറച്ചുള്ളൂ, ഇതൊക്കെ കാണിക്കുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇവർക്ക് ഈ ഒരു സീൻ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവർ ഏറ്റവും ടോപ്പ് മോസ്റ്റ് അറ്റൻഷൻ ഇങ്ങനെ കേട്ടുകൊണ്ട് കാതോത്തിരിക്കുകയാണ്. കാരണം ഇതിൽ സ്വർഗത്തിനെ കുറിച്ചിട്ടോ നരകത്തിനെ കുറിച്ചിട്ടോ ഒരു വാണിങ്ങോ ഒന്നുമില്ല അല്ലേ. നിങ്ങൾ നബിനെ വിശ്വസിക്കണമെന്നോ അള്ളാഹിനെ വിശ്വസിക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ഫുള്ള് അവർക്ക് ഇഷ്ടമുള്ള ആ ഒരു സീൻ അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ കൺമുമ്പിലൂടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവരൊക്കെ ഇനി എന്താണ് അടുത്ത് ഞാൻ പറ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അറബ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ
നമുക്കറിയാം അല്ലേ, അവർക്ക് കുതിരകളെ ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് പറയുക, സ്പെഷ്യലി യുദ്ധത്തിന് പോകുന്ന കുതിരകളെ, അതും ഫീമെയിൽ കുതിരകളെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര സ്പീഡിൽ പോകുന്ന കുതിരകളെ ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ അവർ ഇത്രയും അവർക്ക് ഇഷ്ടമുള്ള എന്താണ് ആ കുതിരകൾ എന്താണ് അതിൻ്റെ ഉടമ പറഞ്ഞത് അങ്ങേയറ്റം അനുസരിച്ച് കൊണ്ട് സ്വന്തം ജീവൻ റിസ്ക് ചെയ്ത് കൊണ്ട് എന്താ പറയുക അറ്റാക്ക് ചെയ്യാൻ പോകുന്ന കുതിരകളെ അവർക്ക് അങ്ങേയറ്റം ഇഷ്ടമാണ്. അപ്പോൾ അവരിങ്ങനെ ചിന്തിക്കുകയാണ്, ഓ എൻ്റെ കുതിരകൾ എന്തൊരു അനുസരണമാണ്, ഞാൻ പറഞ്ഞ എന്തോരം കേൾക്കുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് എന്താണ് പറയുക സ്വന്തം ജീവൻ വരെ അവർ റിസ്ക് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇവരിങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു സമയമാണ് അല്ലേ. കാരണം അത്രയ്ക്കും ഒബീഡിയൻ്റ് ആണ്. കാരണം അനിമൽസ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഒരു പ്രവണത ഉണ്ട്. എന്തെങ്കിലും ഒരു അറ്റാക്ക് അറിഞ്ഞാൽ അവർ അവിടുന്ന് പെട്ടെന്ന് സ്ഥലം കാലിയാക്കും, അവർ പെട്ടെന്ന് അവിടുന്ന് ഓടി രക്ഷപ്പെടും. പക്ഷെ കുതിരകൾക്ക് അറിയാം അവർ എന്താണ് ചെയ്യാൻ പോകുകയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ടും അവരെന്താണ് അതിൻ്റെ ഉടമ മാസ്റ്റർ പറഞ്ഞതനുസരിച്ചിട്ട് ആ മാസ്റ്ററിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ശത്രുക്കളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ശത്രുവിൻ്റെ നടുവിലേക്ക് വന്ന് നിൽക്കുന്ന സിറ്റുവേഷനാണ് അള്ളാഹുവോട് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ പറഞ്ഞ് ഇവർ ഇതൊക്കെ ഇങ്ങനെ സീന് മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ട് എന്ത് നല്ല കുതിരകളാണ്, എന്തോ ഒരു സൂപ്പർ കുതിരകളാണ് ഇപ്പോഴത്തെ ഫെറാറി അല്ലെങ്കിൽ എന്താണ് പറയുക വലിയ വലിയ കാറുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കാറുകളെ കുറിച്ചൊക്കെയാണ് ഇവരുടെ ഇപ്പോഴത്തെ കാലത്ത് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ആ ഒരു ചിന്തകളൊക്കെ ആയിരിക്കും ആളുകളിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം ഒരു മനുഷ്യനിപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു കാറിൻ്റെ ആളാണെന്ന് വിചാരിച്ചോ, ഭയങ്കര കാറിനോട് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കറിയാം പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ഈ കാറിനോടുള്ള ഇഷ്ടം കൊണ്ട് അവരെന്ത് ചെയ്യും, അതിനെ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചും അതിനെ കീപ്പ് ചെയ്തും അങ്ങനെ നിൽക്കും. അപ്പോൾ ഇവരുടെ മനസ്സിലൊരു കോമ്പറ്റീഷൻ വരുമ്പോൾ ഏറ്റവും ഫ്രണ്ടിൽ ഓടുന്ന ആ ഒരു കാറിൻ്റെ എന്താണ് ഓണറായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ കാറ് എന്താണ് ഞാൻ പ്രാക്ടീസ് ചെയ്തത് കാരണം എന്തോ ഒരു ഉഷാറായിട്ട് ഓടിക്കുന്നു അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു സത്യം ചെയ്തതിൻ്റെ റീസൺ പറയാണ്. ഇത്രയും നേരം നമ്മൾ ആ ഓബ്ജക്റ്റ് സത്യം ചെയ്ത ആ ഒബ്ജക്ട്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. വൽ ആദിയാതി ളബഹ ഫൽ മൂരിയാതി ഖദഹ ഫൽ മുഗീറാതി സുബ്ഹ ഫഅഥർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ. ഇത്രയും കേട്ടവരിങ്ങനെ ഭയങ്കര കോരിത്തരിച്ച് നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ആരെങ്കിലും പ്രതീക്ഷിച്ചോ ഇങ്ങനൊരു വാക്ക് അവർ കേൾക്കുന്നുള്ളത് അല്ലേ? കാരണം അവരുടെ മൈൻഡ് അറ്റ്മോസ്റ്റ് കോൺസെൻട്രേഷനിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നും കേൾക്കുന്ന ആയത്തുകൾ അവർ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയാണ്. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 5 ആയത്തുകൾ പറഞ്ഞത്. 6ാമത്തെ ആ ക്ലൈമാക്സ് ആയത്ത് എന്തായിരിക്കും എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് കാത് കൂർപ്പിച്ച് നിൽക്കുന്ന സമയത്ത് അള്ളാഹു എന്താ പറഞ്ഞത്, തീർച്ചയായും മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അവർ ഇവിടെ അതിൻ്റെ കുതിരയും അതിൻ്റെ ഉടമയെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞ് സ്വന്തമായിട്ട് തന്നെ ഭയങ്കര ഇങ്ങനെ ഉയർന്നു നിൽക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ നേരെ ഇടിച്ച് താഴത്തേക്ക് ഇടുകയാണ് അല്ലേ. എന്ത് പറഞ്ഞിട്ട്, നിങ്ങൾ തീർച്ചയായിട്ടും തൻ്റെ രക്ഷിതാവിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണ്. അതായത് നിങ്ങളിങ്ങനെ മാസ്റ്ററാന്ന് പറഞ്ഞ് നിൽക്കുന്ന നിങ്ങൾക്കൊരു മാസ്റ്റർ ഉണ്ട്, നിങ്ങൾ ആ മാസ്റ്ററിൻ്റെ അടിമയാണ്. എന്നാൽ ആ മാസ്റ്ററിനോട് നിങ്ങൾ എത്രമാത്രം തിരിച്ച് റൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. ആ കുതിര നിങ്ങളെ അങ്ങേയറ്റം അനുസരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞ് സ്വന്തം ജീവൻ വരെ എന്താണ് പണയപ്പെടുത്തിയിട്ട് ശത്രുവിൻ്റെ മുന്നിലേക്ക് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ചെയ്തു തരുന്നുണ്ട്, നിങ്ങൾ എന്നിട്ട് എങ്ങനെയാണ് നിങ്ങളുടെ രക്ഷിതാവിനോട് തിരിച്ച് കാണിക്കുന്നത്, നിങ്ങൾ എത്ര നന്ദി കെട്ടവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മളോട് തന്നെ പറഞ്ഞ പോലെ തോന്നുന്നുണ്ട് അല്ലേ. നമുക്ക് വേറൊരാളെയും തിങ്ക് ചെയ്യാൻ തോന്നിയിട്ടില്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് കേട്ടപ്പോൾ. തീർച്ചയായും മനുഷ്യൻ അപ്പം നമ്മളുടെ മനസ്സിലേക്ക് തന്നെ ഒരു മനസാക്ഷി കുത്തെന്ന് പറയില്ലേ, അതുപോലെ നമ്മുടെ മനസ്സിലേക്ക് വന്ന് തട്ടിയില്ലേ. കാരണം എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻസാൻ എന്നാ പറഞ്ഞത്, മനുഷ്യൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ മനസ്സിൽ ഇതിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് തോന്നി. സുബ്ഹാനല്ലാഹ്. അതാണ് റബ്ബിൻ്റെ വാക്കിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിന് അറിയാം എങ്ങനെയാണ് അറ്റൻഷൻ സീക്ക് ചെയ്യേണ്ടത്. അള്ളാഹ്ക്കറിയാം. അറ്റൻഷൻ ടോപ്പ് മോസ്റ്റ് ലെവലിലായ സമയത്ത് അള്ളാഹു പറയണേ, അങ്ങനെയല്ല, നിങ്ങളാണ് എന്താണ് അള്ളാഹുവിൻ്റെ അടിമ, അള്ളാഹു നിങ്ങളുടെ മാസ്റ്ററാണ്. എന്നിട്ടും എത്ര നന്ദി കെട്ടവരാണ് നിങ്ങൾ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആ സിറ്റുവേഷൻ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ.
അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർക്ക് പിന്നെ പറയാനൊന്നുമില്ല. ഇവർ സ്പീച്ച്ലെസ് ആയി. കാരണം അവർ തിങ്ക് ചെയ്യും, സ്വന്തമായിട്ട് തിങ്ക് ചെയ്യും, ശരിയാണ്, ഞാൻ എൻ്റെ റബ്ബിനോട് എത്ര നന്ദി കെട്ടവനാണ് എന്ന് ചിന്തിക്കും. കാരണം റബ്ബ് പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല, റബ്ബ് അങ്ങനെ ആയിരിക്കണം, ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും വകവെക്കാതെ എന്താണ് പറയുക, സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഇച്ഛകളുടെ പിന്നിൽ പോകുന്നവരാണ് നമ്മൾ എന്നുള്ള ആ ഒരു ചിന്ത നമ്മളുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വന്നു. അവിടെ നമുക്ക് പിന്നീട് തിരിച്ചൊന്നും പറയാനില്ലാത്തൊരു സിറ്റുവേഷൻ ആയില്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ഇത് ഭയങ്കര വലിയ ഷോക്കാണ് കേൾക്കുന്ന ഈ അറബുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളും ഇതൊക്കെ അർത്ഥമറിഞ്ഞ് ചിന്തിച്ച് പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അടുത്ത് വന്നിട്ട് ആരോ ഹൃദയത്തിൽ നിന്ന് കുത്തിയ പോലെ തോന്നും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇന്നൽ ഇൻസാന ലില്ലാഹി ലകനൂദ് എന്ന് പറഞ്ഞില്ല, ലി റബ്ബിഹി ലകനൂദ് എന്ന് പറഞ്ഞു. എന്താ റബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ പ്രാവശ്യം കേട്ടതാണ് അല്ലേ. റബ്ബ് എന്ന് പറഞ്ഞാൽ മാലിക്, മുദബ്ബിർ, ഖാലിഖ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ നമ്മളെ സൃഷ്ടിക്കുക മാത്രമല്ല, നമുക്ക് ആവശ്യമായതെല്ലാം തന്നു, എന്നിട്ടോ നമ്മളങ്ങനെ വിട്ടോ ഇല്ല. നമുക്ക് ഓരോ സിംഗിൾ സെക്കൻഡും നമുക്ക് തെറബിയത്ത് തന്നുകൊണ്ട് നമ്മളിങ്ങനെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. നമ്മളുടെ ആന്തരിക അവയവങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് ഒന്നും അറിയില്ല. നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെയാണ്, നമ്മളുടെ ബ്രെയിൻ എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നത്, നമ്മളുടെ കണ്ണുകൾ എങ്ങനെ കാണുന്നത്, നമ്മളെങ്ങനെ തിങ്ക് ചെയ്യുന്നത്, നമ്മുടെ സെൽസ് എത്രങ്ങാനും പുതുതായിട്ട് വരുന്നുണ്ട്, എത്രങ്ങാനും മരിച്ചു പോകുന്നുണ്ട്, ഇതൊന്നും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നമ്മളിതൊന്നും അറിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. റബ്ബ് നമുക്കിത് ഓരോ പ്രാവശ്യവും ചെയ്യുന്നതും നമ്മളുടെ കണ്ണടക്കുന്നതും നമുക്ക് ശ്വാസം നൽകുന്നതും ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. ദാവൂദ് അലൈഹി ഇസ്ലാം ചോദിക്കുന്നുണ്ട് റബ്ബിനോട്, നിന്റെ അനുഗ്രഹങ്ങളെ ഞാൻ എങ്ങനെ റബ്ബ് ഓർക്കുക. അപ്പോൾ അള്ളാഹു പറഞ്ഞു, നീ ഒന്ന് ശ്വാസം വിടുന്നു പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അദ്ദേഹം ശ്വാസം വിട്ടപ്പോൾ ഇത് ഞാൻ തന്നിട്ടുള്ള ഏറ്റവും ചെറിയ അനുഗ്രഹമാണ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ ശ്വാസം ഇല്ലെങ്കിൽ നമ്മളുടെ അവസ്ഥ എന്താണ് അല്ലേ. അള്ളാഹു പറയണത് അത് ഞാൻ തന്ന ഏറ്റവും ചെറുതാണെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്നതൊക്കെ എന്താ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിലെ 21-22 ആയത്തിലൂടെ അള്ളാഹു പറയുന്നുണ്ട്, യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ, ഹേ മനുഷ്യരെ നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ എന്താണ് അഅ്ബുദൂ ആരാധിക്കൂ എന്ന് പറയുന്നുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. അവിടെയും അള്ളാഹു റബ്ബ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ പറയുന്നുണ്ട് എന്ത്, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ വസ്സമാഅ ബിനാഅ. അള്ളാഹു എന്താണ് ഭൂമി നമുക്ക് വിരിപ്പാക്കി തന്നു, അതുപോലെ തന്നെ എന്താണ് ആകാശം നമുക്കൊരു മേൽക്കട്ടിയാക്കി തന്നു. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിറക്കി തന്നു, വെള്ളം ഇറക്കി തന്നു. എന്നിട്ടോ ആ വെള്ളം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മളിത് വല്ലതും ചിന്തിക്കുന്നുണ്ടോ. ആ വെള്ളം ഇറക്കിയത് കാരണം എന്താണ്ടായത്, ഫഅഖ്റജ ബിഹി മിന തമറാത്ത്. സുബ്ഹാനല്ലാഹ്. വെള്ളം ഭൂമിയിലേക്ക് വന്നത് കാരണം നമുക്ക് തമറാത്തുകൾ കിട്ടി, കായ്കനികൾ കിട്ടി, നമുക്ക് ഭക്ഷിക്കാൻ വെറൈറ്റീസ് ഓഫ് ഫുഡ്സ് കിട്ടി. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതൊക്കെ അള്ളാഹു നമുക്കൊരു റിസ്ക് ആയിട്ട് തന്നെ, റിസ്ഖൻ ലക്കും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് പങ്കുകാരികളെ വെക്കരുത്. സുബ്ഹാനല്ലാഹ്. ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കും, ഇതൊന്നും ഇപ്പം എന്നോടല്ലല്ലോ, ഞാൻ എന്തായാലും റബ്ബിനോട് പങ്ക് ചേർക്കുന്നില്ലല്ലോ. പക്ഷേ നമ്മൾ നമ്മളുടെ ഹവായിനെ, നമ്മളുടെ ഇച്ഛകളെ റബ്ബിൻ്റെ മുകളിലേക്ക് നമ്മൾ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലകനൂദാണ്, നന്ദി കെട്ടവരാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകം മുഴുവനായിട്ടും വസഖറ ലക്കും മാ ഫിൽ അർദി ജമീഅ, ഭൂമിയുള്ളതെല്ലാം നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഒക്കെ റബ്ബ് നമുക്ക് വേണ്ടി തന്നതാണ്. അതുകൊണ്ടാണ് അള്ളാഹുടെ റബ്ബ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത്. റബ്ബ് എന്ന് പറഞ്ഞാൽ നമുക്ക് നിരന്തരം നമുക്ക് ഇങ്ങോട്ട് തന്നുകൊണ്ടേയിരിക്കുന്നവനാണ്. സുബ്ഹാനല്ലാഹ്. ഇത്രയൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ട് ആ റബ്ബിന് തിരിച്ച് ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ നമ്മളുടെയൊക്കെ അവസ്ഥ. നമ്മളുടെ ലൈഫിലേക്ക് തന്നെ ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾ ചിലപ്പോൾ ഒരു മാതാവാകും അല്ലേ. നമ്മൾ ഈ ഉമ്മ ആകുന്ന സമയത്ത് നമ്മളുടെ കുട്ടിക്ക് അങ്ങേയറ്റം പലതും കൊടുക്കും. അപ്പോൾ ഈ കുട്ടി വളർന്ന് വലുതാകുമ്പോൾ നമുക്ക് കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകും, ഇങ്ങനെ ആയിരിക്കണം എൻ്റെ കുട്ടി. അതുപോലെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയൊക്കെ ആകണം കേട്ടോ മോനെ മോളെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയും. നമ്മുടെ ഉള്ളിൽ എക്സ്പെക്റ്റേഷൻ എന്താണ്, ഞാൻ എൻ്റെ കുഞ്ഞിനെ നന്നായിട്ട് വളർത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എൻ്റെ കുഞ്ഞ് ഞാൻ പറഞ്ഞതൊക്കെ അനുസരിക്കും. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ ചിന്തിച്ചത് നേരെ ഓപ്പോസിറ്റ് ആയാലും നമ്മളുടെ മക്കളായാലും നമുക്കുണ്ടാകുന്ന ഒരു വിഷമം എത്രയാണ്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വലില്ലാഹിൽ മസലുൽ അഅല. നമുക്ക് അള്ളാഹുലേക്ക് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. എന്നാലും ആലോചിച്ചൊക്കെ, റബ്ബ് നമുക്ക് നമ്മളുടെ ഉമ്മ അപ്പ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല റബ്ബിൻ്റെ കണ്ണിൽ അല്ലേ.
ഉം. അത് നമ്മുടെ അമ്മ ഇപ്പം അത്രയും കുറച്ച് നമുക്ക് അള്ളാഹു നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ പറയാൻ പറ്റുള്ളൂ. അള്ളാഹു നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഉമ്മാൻ്റെ വയറ്റിലാകുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ എല്ലാ ഫങ്ഷൻസും അള്ളാഹുവിടെ സ്റ്റാർട്ട് ചെയ്യിക്കുകയാണ്. അതിനു മുമ്പ് നമ്മളെ മാതാപിതാക്കളെ റബ്ബ് ഒരുക്കി വെക്കുകയാണ് നമ്മളെ ഈ ലോകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആ സമയം മുതൽ നമ്മളുടെ അവസാനം വരെ റബ്ബ് നമുക്ക് ചെയ്തു തന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിത് വല്ലതും അറിയുന്നുണ്ടോ? നമ്മൾ ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമ്മൾക്ക് ഇല്ലാത്തത് ആലോചിച്ചിട്ട് നമ്മൾ ഇങ്ങനെ വിഷമിച്ചിരിക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു ഇതൊക്കെ നമുക്ക് ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരുക്കി വെച്ച് തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ലിയഅ്ബുദൂൻ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റബ്ബിനെ നമ്മളെന്താണ് ആരാധിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ഈ ലോകത്തുള്ള ലക്ഷ്യം. അതിന് വേണ്ടിയിട്ടാണ് റബ്ബ് സഖറ ലക്കും മാ ഫിൽ അർദി ജമീഅ, എല്ലാം അത് നമുക്ക് വേണ്ടിയിട്ട് അധീനപ്പെടുത്തി തന്നിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മൾ ഇൻസാന്റെ സ്വഭാവം എന്താ? ലകനൂദ്. സുബ്ഹാനല്ലാഹ്. ഇവിടെ അല്ലാഹു ഡബിൾ സ്ട്രെസ് കൊടുത്തിട്ടുണ്ട്. ലകനൂദ്. ല എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നിശ്ചയം എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ തന്നെ ഉറപ്പായിട്ടും എന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. കനൂദ് എന്ന് പറഞ്ഞാൽ നന്ദി കെട്ടവൻ എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമുക്കൊരു കാര്യം നോക്കാനുണ്ട്. അതായത് നമ്മൾ കഫൂർ ഇന്നൽ ഇൻസാന റബ്ബിഹി കഫൂറ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഈ കഫൂറും കനൂദും ഏകദേശം ഒരേപോലെ തന്നെയാണ് അല്ലേ? രണ്ടിനും നന്ദി കെട്ടവൻ എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. പക്ഷേ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ കഫൂർ എന്ന് പറഞ്ഞാൽ കഫൂർ എന്ന് പറഞ്ഞാൽ അൺഗ്രേറ്റ്ഫുൾ അല്ലെങ്കിൽ നന്ദി കെട്ടവൻ, നിഷേധിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. കനൂദ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുബാലഹ ഫോമാണ്, ഹയ്യസ്റ്റ് ഫോമാണ്, അങ്ങേയറ്റം എന്നർത്ഥം വരുന്ന ഒരു വാക്കാണ് കനൂദ് എന്ന് പറഞ്ഞാൽ. സുബ്ഹാനല്ലാഹ്. അതായത് ഒന്നിനും നന്ദി കാണിക്കാതെ വെറും നന്ദിക്കേട് മാത്രം കാണിക്കുന്നവൻ എന്നുള്ള ഒരർത്ഥമാണ് ഇവിടെ കനൂദ് എന്നുള്ള വാക്കിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്, അല്ലാഹു സുബ്ഹാനഹു നമുക്ക് നൽകിയിട്ടുള്ള എത്ര നിഅമത്തുകൾക്കാണ് നമ്മൾ ഹംദ് പറഞ്ഞത്. നമ്മൾ മറ്റ് സൂറത്തുൽ തകാസുറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. ഒരു നഈമിനെ കുറിച്ച് റബ്ബ് നിങ്ങളോട് നാളെ ചോദിക്കും. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ കഴിക്കുന്ന ഒരു ഈത്തപ്പഴം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം, ഇതിനെക്കുറിച്ചൊക്കെ അള്ളാഹു നാളെ ചോദിക്കും എന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പം നമ്മൾ ഇത്രയും നേരം കുതിരകളെ കുറിച്ച് പറയുകയാണല്ലേ. ഈ കുതിരകൾ സത്യം പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ വലിയ നിഅമത്തായിരുന്നു. ഇവർ റബ്ബിനോട് നന്ദി കാണിക്കേണ്ട ഒരു വസ്തുവായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു കുതിരകൾ. പക്ഷെ അവരെന്തിനായിരുന്നു അതിനുപയോഗിച്ചിരുന്നത്? അവർ റോബ് ചെയ്യാനും സ്റ്റീൽ ചെയ്യാനും മറ്റുള്ളവരെ കില്ല് ചെയ്യാനും ഒക്കെയാണ് എന്ത് അള്ളാഹു നൽകിയിട്ടുള്ള ഈ നിഅമത്തിനെ ഉപയോഗിച്ചത്. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ഇവിടെ അള്ളാഹു മനുഷ്യന്മാരുടെ ഈ ട്വിസ്റ്റഡ് മെൻറ്റാലിറ്റി, അതായത് അള്ളാഹു കൊടുക്കും തോറും ഇവരെന്താണ് അള്ളാഹുൽ നിന്നും അകന്നു പോകുന്ന ഒരു മെൻറ്റാലിറ്റി കാണിക്കുകയാണ് അല്ലേ? നമുക്കറിയാം, ഇവൻ ഇപ്പോഴത്തെ സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ എന്താണ് ചീത്ത കാര്യങ്ങൾ അവർ നന്മയാക്കി തോന്നിക്കുകയാണ്. കാരണം ഈവൻ പാട്ടുകളായാലും കവിതകളായാലും അതിലൊക്കെ എന്താണ് ഒരു അശ്ലീലത അല്ലേ, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ്നെസ്, നന്മയല്ലാത്തൊരു കാര്യത്തിന് നന്മയാക്കിക്കൊണ്ട് കാണിക്കുക അല്ലേ? അതുപോലെ തന്നെ നമുക്ക് തന്നെ അറിയാം, കട്ടെടുക്കുന്നതും എന്താണ്, അതുപോലെ തന്നെ സിന ചെയ്യുന്നതും അല്ലേ, പരസ്പരം വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കുന്നതും, ഇതൊക്കെ എന്താണ് ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ ഒരു നോർമൽ ആക്കിയിട്ട് മാറ്റാണ്. മനുഷ്യന്മാരുടെ സ്വഭാവം അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുകയാണ്. 1 മുതൽ 5 വരെയുള്ള ആയത്തിലൂടെ അള്ളാഹു എന്താണ് മനുഷ്യർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ അതല്ല യാഥാർത്ഥ്യം എന്ന് കാണിക്കുന്ന രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 5 ആയത്തുകൾ നമ്മുടെ മുമ്പിൽ തന്നിട്ട് അള്ളാഹു പറഞ്ഞത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. നമ്മൾ തന്നെ ആലോചിക്കണം, നമ്മുടെ സൊസൈറ്റിയിലുള്ള കൾച്ചറൽ പ്രാക്ടീസസ് എങ്ങനെയാണ് അല്ലേ? അതായത് തിന്മയെ നന്മയാക്കി തോന്നിക്കുന്ന രീതിയിലാണ് ഒരുപാട് പ്രാക്ടീസസ്, എസ്പെഷ്യലി മാരേജുകളും അല്ലേ, അതുപോലെ തന്നെ എന്താണ് മറ്റ് അനാചാരങ്ങളൊക്കെ. ഇതൊക്കെ നാട്ടു നടപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന എത്രങ്ങാനും കാര്യങ്ങളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ എന്താണ് റബ്ബിനോട് നന്ദികേട് കാണിക്കാണ്. റബ്ബ് പറഞ്ഞിട്ടുള്ള അതിര് ലംഘിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതിനാണ് ഈ ഒരു ലക്കനൂദ് എന്നുള്ള വാക്കിവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നമ്മളെല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്തിട്ട് ഒരിക്കലും ഈ ഒരു കനൂദിൻ്റെ ക്വാളിറ്റി നമുക്ക് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. കനൂദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്തിരി പോലും
അനുഗ്രഹങ്ങൾ ഓർക്കാണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ എന്താണ് കല്യാണം കഴിച്ച് കുറച്ച് വർഷങ്ങൾ എങ്ങനെയുണ്ട് ജീവിതം നയിക്കുമ്പോൾ അങ്ങനെയൊക്കെ പോണ്, വല്ലാത്ത ഇടങ്ങറാണ്, എപ്പോഴും പ്രശ്നങ്ങളാണ് തന്നെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ആളുകളുണ്ടാകും അല്ലേ. ചില ആളുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ നെഗറ്റീവ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പിന്നെ മനസ്സിനൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് എന്തെങ്കിലും ഒരു നന്മ ഒന്ന് ആലോചിക്കാനില്ല നിങ്ങളുടെ ഈ ഒരു മാരേജ് എന്ന് പറയുമ്പോൾ അയാൾ പറയാം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഏയ് പ്രത്യേകിച്ച് എനിക്ക് അങ്ങനെ ഒരു ഒറ്റ ഒരു സുഖം കിട്ടിയിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ മനുഷ്യന്മാർ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. അതാണ് എന്ത് കനൂതുകളുടെ സ്വഭാവം. സുബ്ഹാനല്ലാഹ്. അതാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. അതേപോലെ നമ്മളുടെ ഡെയിലി ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്തെങ്കിലും സാമ്പാർ ഉണ്ടാക്കാൻ പോകാമെന്ന് വിചാരിച്ചു, നമ്മൾ പച്ചക്കറികളൊക്കെ എടുത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് അതിലില്ല. ഓ വല്ലാത്ത കഷ്ടം, ആ ഒരു ഉള്ളി ഇല്ലല്ലോ, അല്ലെങ്കിൽ ആ ഒരു മുരിങ്ങക്ക ഇല്ലല്ലോ, ആ തക്കാളി ഇല്ലല്ലോ, എന്താ ചെയ്യുക ഇനിയിപ്പോൾ എങ്ങനെ ഇത് ഉണ്ടാക്കാം, ഇത് ഞാൻ വാങ്ങാൻ പറഞ്ഞത് മറന്നുപോയി. ഇങ്ങനെയൊക്കെ നമ്മളുടെ മനസ്സിൽ വരാറുണ്ട് അല്ലേ. ലാഹലാലാക്കത്തില്ല. അത്രയും പച്ചക്കറികളുണ്ട്, അത് ഒരുമിച്ച് വെച്ച് നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കാൻ പറ്റും. അതില്ലാത്ത എത്രങ്ങാനും ആളുകളുണ്ട്. നമ്മളെന്നാലും ആ ഇല്ലാത്തൊരൊറ്റ സാധനത്തിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ എന്താണ് പറയുക, നമ്മൾ എന്താണ് പാത്രങ്ങളൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ പാത്രം ഉണ്ടാകും, ഒന്ന് പൊട്ടിപ്പോയാൽ അത് പൊട്ടിപ്പോയല്ല, ഞാൻ അത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിരുന്നു, എനിക്ക് അങ്ങനെ ഇഷ്ടമായിരുന്നു, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. സുബ്ഹാനല്ലാഹ്. അത്രയും അപ്പുറത്ത് ഉണ്ടായിട്ടും ഈ പോയ ഒന്നിനെ കുറിച്ച് വിലപിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മൾ ഒട്ടുമിക്ക ആളുകളും. സുബ്ഹാനല്ലാഹ് നമ്മളുടെ ആ മെൻറ്റാലിറ്റിയെ മാറ്റിയിട്ട് എപ്പോഴും ശുക്ർ ചെയ്യുന്നവരാക്കി മാറ്റട്ടെ. ആമീൻ. അതേപോലെ തന്നെ ഇതന്നെ നമ്മൾ മക്കൾക്കും പഠിപ്പിച്ചെടുക്കും. ഇപ്പം നമ്മൾ എന്താ പറയുക സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ മക്കൾ എന്താണ് അവർക്ക് ഇഷ്ടമുള്ള ഇത് കാണുമ്പോൾ അവർക്ക് അതൊക്കെ വേണ്ടി വരും. പക്ഷെ നമ്മൾ ഏതെങ്കിലും ഒന്ന് കൊടുക്കുമ്പോൾ ആ കിട്ടിയത് കുട്ടിക്ക് വലിയൊരു കാര്യമൊന്നും ഉണ്ടാവില്ല. കുട്ടികൾക്ക് എന്തായിരിക്കും അതിനപ്പുറത്ത് ഒരുപാടുണ്ടല്ലോ, അപ്പം അത് വേണം ഇത് വേണം ഇതൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിലുണ്ടാവും. അപ്പം നമ്മൾ പറയും പിന്നീട് വാങ്ങിച്ചരാട്ടോ എന്ന് പറയും. അപ്പം അതാണ് അവരുടെ മനസ്സിലാവും, പിന്നീട് ഇത് വാങ്ങിച്ചരില്ല എനിക്കത് കിട്ടുമല്ലോ. അങ്ങനെ ആ ഒരു ഇനിയും വേണം എനിക്കൊന്നുമില്ല എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയാണ് ഈവൻ നമ്മുടെ മക്കൾക്ക് പോലുള്ളത്. സുബ്ഹാനല്ലാഹ് നമ്മുടെ മക്കളെയൊക്കെ നേരായ പാതയിൽ നയിക്കട്ടെ. ആമീൻ. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കാണ്ട് നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ ഒരു 90% അല്ലാഹു സുബ്ഹാനല്ലാഹ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താണ്? ബി ഗ്രേറ്റ്ഫുൾ, നിങ്ങൾ നന്ദിയുള്ളവരാകുക. ശകർത്തും ലഅസീദന്നക്കും അല്ലേ. ثم لتسألن يومئذ عن النعيم إنا أعطيناك الكوثر. ഇതൊക്കെ നമ്മൾ എന്താ പഠിക്കുന്നത്? നമ്മൾ റബ്ബിൻ്റെ അടുത്ത് നന്ദിയുള്ളവരാകുക എന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ വളരെ കുറച്ച് സൂറത്തുകളെ പഠിച്ചിട്ടുള്ളൂ, പക്ഷെ ആ സൂറത്തിൽ ഉടനീളം അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട് അല്ലേ. ഈവൻ സൂറത്തുൽ ഹുമസയിലും പറയുന്നുണ്ട് അല്ലദീ ജമഅ മാലൻ വഅദ്ദദ അല്ലേ. അവിടെയും മാലിനെ കുറിച്ച് പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. മനുഷ്യന്മാർക്ക് മാല് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലുത് എന്നാണ് എല്ലാവരുടെയും ചിന്ത. സുബ്ഹാനല്ലാഹ്. അതൊക്കെ ഇവിടെ ഈ ഒരു ആയത്തിലൂടെ പൊളിച്ചടക്കി നമുക്ക് പറഞ്ഞു തരാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം. അതേപോലെ തന്നെ സൂറത്തുൽ അസ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല കുറച്ചും കൂടെ ഭീകരമായിട്ട് പറയുന്നുണ്ട് അല്ലേ. നന്ദി കെട്ടത് കാരണം അവരെന്തായി? നഷ്ടകാരികളിൽ പെട്ടുപോയി. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, ഖുസ്റിൻ്റെ ഉള്ളിലായിപ്പോയി. അതായത് ചുറ്റുപാടും എന്താണ്? നഷ്ടം തന്നെയാണ് ഇവനക്കുള്ളത് അല്ലേ. അവർക്ക് ഇങ്ങനത്തെയുള്ള ആളുകൾക്ക് ഒരിക്കലും എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവില്ല, തൃപ്തി ഉണ്ടാവില്ല അല്ലേ, റിള ഉണ്ടാവില്ല. അവരെപ്പോഴും ഇനിയും വേണം എനിക്കതില്ലല്ലോ, എനിക്കിതില്ലല്ലോ, അവർക്കതൊക്കെ കിട്ടിക്കണല്ലോ, എനിക്കിതൊന്നും ഇല്ലല്ലോ, ഞാൻ മാത്രം ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന ആളുകളായിരിക്കും. അവർക്ക് റബ്ബിനോട് നന്ദി ഉണ്ടാകില്ല, മറ്റുള്ളവരോട് നന്ദി ഉണ്ടാകില്ല. അവരുടെ മനസ്സെപ്പോഴും നെഗറ്റിവിറ്റി നിറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു മനസ്സായിരിക്കും അല്ലേ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ അടുത്ത് എപ്പോഴും നിങ്ങൾ നന്ദിയുള്ളവരാകുക പറഞ്ഞത്. അപ്പം മാത്രമേ നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് നമുക്ക് ഈ ലോകത്തും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ, പരലോകത്തും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. റബ്ബ് തന്നിട്ടുള്ള ആ ഒരു അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഓർത്തിരുന്നുകൊണ്ട് നമുക്ക് റബ്ബിനെ ശുക്ർ ചെയ്തുകൊണ്ട് നമുക്ക് പരീക്ഷണഘട്ടമാണെങ്കിലും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ഞാൻ ഈ ഒരു പരീക്ഷണത്തിൽ സബർ കാണിച്ചാൽ റബ്ബ് എനിക്ക് നാളെ എന്താണ് പറയുക ഗൈരി ഹിസാബ് അല്ലേ, അതായത് അതിരില്ലാത്ത എന്താണ് പറയുക പ്രതിഫലം എനിക്ക് നൽകല്ലോ എന്നുള്ള ചിന്തയോട് കൂടിയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കാം. നമുക്കിതൊക്കെ പറയാൻ നല്ല എളുപ്പമാണ്, പക്ഷെ നമ്മൾ നന്നായിട്ട് മനസ്സിരുത്തിയിട്ട് ഇരുന്ന് റബ്ബിനോട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും റബ്ബ് നമുക്കത് എത്തിച്ചു തരുക തന്നെ ചെയ്യും. അല്ലാഹു നമ്മളെല്ലാവരെയും സ്വാബിറിങ്ങളുടെ കൂട്ടത്തിലാക്കട്ടെ, എല്ലാവരെയും ഷാക്കിരിങ്ങളുടെ കൂട്ടത്തിലാക്കട്ടെ. ആമീൻ. അപ്പോൾ ഒരു മുസ്ലിമിൻ്റെ ക്വാളിറ്റി ഒരിക്കലും ഇതാകാൻ പാടില്ല, ലക്കനൂദ് ഒരിക്കലും ആവാൻ പാടില്ല, ഷക്കൂറാകണം അല്ലേ. ഷക്കർത്തും ആ ഒരായത്തെ എപ്പോഴും ഓർക്കുക.
ലഇൻ ശകർതും ലഅസീദന്നകും സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. എന്ത് ചെറിയ കാര്യങ്ങളാണ് കാണുമ്പോഴും ഇത് എൻ്റെ റബ്ബിൻ്റെ നഈമാണല്ലോ, ഞാനിത് നാളെ ഇതിന് ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്നുള്ള രീതിയിൽ. ഈവൻ നമ്മൾ ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഫോൺ അല്ലേ, അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്തായിക്കോട്ടെ, നമ്മൾ സുബ്ഹാനല്ലാഹ് അത് എൻ്റെ റബ്ബിൻ്റെ നിഅമത്താണ് എനിക്കിത് കിട്ടിയത് അല്ലേ, റബ്ബിൽ തന്നിട്ടില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ഫോൺ ഉണ്ടാവോ, അല്ലെങ്കിൽ ഞാൻ ഈ ഫോണിനെ കൊണ്ട് എന്തൊക്കെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, സുബ്ഹാനല്ലാഹ് ഇതൊക്കെ എൻ്റെ റബ്ബിൻ്റെ നിഅമത്തല്ലേ എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചിന്തിച്ചു പോകും. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നാൽ നമ്മളിങ്ങനെ ആലോചിക്കും അല്ലേ, ഈ സത്യനിഷേധികൾക്ക് എത്രങ്ങാനും കിട്ടുന്നുണ്ട് എന്നൊക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. നമ്മൾ റബ്ബിനോട് കുറേ ദുആ ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതൊന്നും ചിലപ്പോൾ നമുക്ക് കിട്ടാറില്ല, അതൊക്കെ നമ്മൾ ചിന്തിച്ച് പോകാറുണ്ട്. പക്ഷേ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അള്ളാഹു നമുക്ക് ഈ ലോകത്ത് ഇത്രയുമൊക്കെ ഈവൻ സത്യനിഷേധികൾക്കും ഒക്കെ ഇത്രയൊക്കെ നൽകുന്നത് അള്ളാഹുവിൻ്റെ കണ്ണിലെ ഒരു കൊതുകിൻ്റെ ചിറകിൻ്റെ അത്ര പോലും വിലയില്ലാത്ത ഒന്നാണ് ഈ ഒരു ദുനിയാവ് എന്ന് പറഞ്ഞത്. അള്ളാഹു എങ്ങാനും അതിന് വല്ല വാല്യൂ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സത്യനിഷേധികൾക്ക് ഒരു മുറുക്ക് വെള്ളം പോലും കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരു ചത്താടിൻ്റെ ഒരു ചെവി ഇല്ലാത്ത ചത്താടിനെ പിടിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇത് ആർക്കെങ്കിലും ഒരു ദിർഹംസിന് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാ അതിനെ വാങ്ങാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ പറയും, നബിയെ എന്തിനാണ് ഞങ്ങൾക്ക് ഇതിനെ എന്തുപകാരം ഇതിനെ കൊണ്ടുള്ളതെന്ന് ചോദിക്കുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഞാൻ ഇതിനെ വെറുതെ തരാം. അപ്പോഴും പറയും, എന്ത് ഞങ്ങൾക്ക് ഇതിനെ കൊണ്ട് ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഈ ദുനിയാവ് അള്ളാഹുവിൻ്റെ കണ്ണിൽ ഇത്രയേ ഉള്ളൂ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് എന്നിട്ട് തന്നെ നമ്മൾ ഈ ദുനിയാവിൽ എത്രങ്ങാനും ഒഴുകി പോകുന്നില്ലേ, അള്ളാഹുവിൻ്റെ കണ്ണിൽ ഇതൊന്നുമല്ല. അള്ളാഹുവിൻ്റെ സ്വർഗം എന്ന് പറഞ്ഞാൽ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, നമുക്ക് ഇമാജിൻ കൂടെ ചെയ്യാൻ പറ്റാത്ത അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്. ആ ഒരു ജന്നയിലേക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നത്. എന്നാലോ നമ്മൾ ഈ ദുനിയാവിൽ കിടന്ന് മുഴുകിപ്പോയിട്ട് ആ ഒരു സ്വർഗത്തിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ നമ്മൾ മറന്നു പോകണം. അതിന് സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ സ്വർഗത്തിലേക്ക് പോയിക്കോളും എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളത്. അല്ലാഹു സുബ്ഹാനഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് ഏറ്റവും നന്നായിട്ട് റബ്ബിനോട് ശുക്ർ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. അപ്പോൾ ഇവിടെ നമ്മൾ കുതിരകളെ കുറിച്ച് പറഞ്ഞു അല്ലേ, ആ കുതിരകൾ എത്ര നന്നായിട്ടാണ് റബ്ബിനെ അനുസരിക്കുന്നത്. നമ്മൾ ഫജ്റിന് എഴുന്നേൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ തഹജ്ജുദിന് എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടിയിട്ട്, അതൊക്കെ നമ്മൾ എത്ര കഷ്ടപ്പെട്ടാ പോകുന്നത് അല്ലേ. നമുക്ക് അവിടെ എന്താണ് അനുസരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നുണ്ട്, പക്ഷേ അവിടെ നമ്മൾ ഇഷ്ടത്തോടു കൂടി സന്തോഷത്തോടു കൂടി നമ്മൾ അവിടെ റബ്ബിനെ എങ്ങനെയൊക്കെയാണ് ഒബേ ചെയ്യുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം. നമുക്ക് ഈ ലോകത്ത് പലതും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയങ്കര ഈസി ആക്കി തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്, നമ്മൾ എന്താണ് ബാത്റൂമിൽ പോകുന്നത്, പല്ല് തേക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, നിസ്കരിക്കുന്നത്, ഇതൊക്കെ നമ്മളിങ്ങനെ റൂട്ടീനായിട്ട് ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ റബ്ബ് ഒന്നും എന്താണ് നമ്മൾ വിചാരിച്ച പോലെ ആക്കില്ല. അപ്പം നമ്മൾ അതിൽ കിടന്ന് ഇത് മാത്രം ശരിയാവാഞ്ഞ് ഇത് സ്മൂത്തായിട്ട് പോവായിരുന്നു, ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇങ്ങനെയൊക്കെ നമ്മളുടെ മനസ്സിൽ വരില്ലേ. ഒരൊറ്റൊരു കാര്യം എന്താണ് റോങ്ങായി പോകുമ്പോൾ നമ്മളുടെ മനസ്സ് ആകെ തിരിയും. പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ റബ്ബിനോട് ദുആ ചെയ്യാൻ മറക്കരുത് അല്ലേ. എന്തെങ്കിലും ഒരു കാര്യം റോങ്ങായി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മനസ്സിൽ നടക്കാനിങ്ങനെ നമ്മൾ വിചാരിച്ചൊരു പ്ലാൻ ഇങ്ങനെ നടക്കാൻ നാളെ പറ്റൂല കേട്ടോ എന്ന് പറയുമ്പോൾ അപ്പം നമ്മളുടെ മനസ്സിൽ കൂടെ ആകെ വിഷമം പോകും. അവിടെ നമ്മൾ റബ്ബിനോട് കൈയുയർത്തി പറയും, യാ റബ്ബേ ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, എനിക്കത് ഹൈറാണെങ്കിലും നീ അതെന്നെ എത്തിച്ച് തായോ എന്ന് പറയാം. അത് ഹൈർ അല്ലെങ്കിൽ എന്തായാലും റബ്ബ് വേറെ രീതിയിൽ നമ്മൾ അതിലേക്ക് എത്തിക്കും. സുബ്ഹാനല്ലാഹ്. ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ കീപ്പ് ചെയ്യുന്നേ വേണം, എന്നാലാണ് നമുക്ക് ഈ ലോകത്ത് തൃപ്തിയായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ എത്ര എഫേർട്സാണ് അവിടെ കുതിരകൾ എടുക്കുന്നത്, പക്ഷെ നമ്മൾ എത്ര കുറച്ച് എഫേർട്ട് എടുക്കുന്നത് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കാം. റബ്ബിൻ്റെ തൃപ്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കുറച്ച് എഫേർട്ടാണ് എടുക്കുന്നത്. അവിടെ ആ കുതിരയുടെ റബ്ബിനെ, അല്ലെങ്കിൽ ആ കുതിരയുടെ മാസ്റ്ററിനെ അനുസരിക്കാൻ വേണ്ടിയിട്ട്, മാസ്റ്ററിന് ഇഷ്ടമാകാൻ വേണ്ടിയിട്ട് എന്തോരം എഫേർട്ട് എടുക്കുന്നുണ്ട്. നമ്മളോ എത്ര കുറച്ച് എഫേർട്ടാണ് എടുക്കുന്നത്. എന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ്, തീർച്ചയായും അവൻ അതിനെ സാക്ഷ്യം വഹിക്കുന്നവനുമാകുന്നു. സുബ്ഹാനല്ലാഹ്. അതായത് മനുഷ്യൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്, താൻ ചെയ്യുന്നത് തെറ്റാണ്, റബ്ബിന് ഇത് ഇഷ്ടമല്ല, ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിനൊക്കെ സാക്ഷി നിന്നിട്ടും എന്താണ് അവന് റബ്ബിനോട് നിഷേധം, അല്ലെങ്കിൽ റബ്ബിനോട് നന്ദിക്കേട് കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്മാർക്ക് അറിയാം താൻ ചെയ്യുന്നത് തെറ്റാണെന്നൊക്കെ. ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ഒരു ആയത്ത്
ഭയങ്കര എന്താണ് പറയാ ഡിഫറെൻ്റ് ആണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു തീർച്ചയായും അവൻ അലാ ദാലിക അവിടെ ദാലിക എന്ന് ഉദ്ദേശിക്കുന്നതിനെ കുറിച്ചിട്ടാണ്. ഈ ലക്കനു എന്നുള്ള സ്വഭാവത്തിന് അവരെന്താണ് ലഷഹീദ് നിശ്ചയം എന്താ പറയാ അത് സാക്ഷ്യം വഹിക്കുന്നവനുമാകുന്നു. സുബ്ഹാനല്ലാഹ്. 2 പ്രാവശ്യം ഇന്ന എന്നുള്ളത് ല സുബ്ഹാനല്ലാഹ് 2 പ്രാവശ്യം അള്ളാഹു സ്ട്രെസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അത്രയ്ക്കും റബ്ബിന് അറിയാം എന്നുള്ള രീതിയിലാണ്. ഇനി ഇവിടെ ഇന്നഹു എന്നുള്ളതിന് അള്ളാഹു ആണ് എന്ന് പറയുന്നത് കേട്ടോ. ഹു എന്നുള്ളത് അവൻ അള്ളാഹു ഇവർ ചെയ്യുന്നതിനൊക്കെ എന്താണ് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മനുഷ്യരാണ് എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ നമ്മൾക്കറിയാം നമ്മളുടെ ഇടതും വലതും എന്താ പറയുക മലായിക്കത്തുകളുണ്ട്. അവരൊക്കെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് സാക്ഷികളാണ്. നമ്മളുടെ കണ്ണുകൾ, നമ്മളുടെ കൈകൾ, നമ്മളുടെ കാലുകൾ, ഇതൊക്കെ എന്താണ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് സാക്ഷികളാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മൾ ഒന്നിലേക്കും പോകണ്ട, നമ്മുടെ നമസ്കാരത്തിലേക്ക് തന്നെ പോയാൽ മതി. ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ നിസ്കാരങ്ങൾ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ നമ്മളെ നിസ്കാരത്തിൽ എത്ര കോൺസെൻട്രേഷൻ ഉണ്ട് അല്ലേ? നമ്മൾ നിസ്കരിക്കുമ്പം നമ്മുടെ മൈൻഡ് എവിടേക്കൊക്കെയാണ് പോകുന്നത് അതൊക്കെ നമുക്കറിയാം. ഞാൻ നിസ്കരിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഒന്നും കൊടുക്കുന്നില്ല, ഞാൻ റബ്ബിനോട് അവിടെ റബ്ബിൻ്റെ റൈറ്റ് കൊടുക്കുന്നില്ല. അതുപോലെ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അല്ലേ, ഈ സമയത്തൊക്കെ എന്താണ് നമ്മളുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് നമ്മളങ്ങനെ ഒരു യാന്ത്രികമായിട്ട് എങ്ങനെ ചെയ്തു പോവാണ് അല്ലേ. പക്ഷെ നമുക്കറിയാം ഇങ്ങനൊന്നും ആയാൽ പോരാ, കുറച്ചും കൂടെ റെഡി ആവാണ്ട് നമ്മൾ ദിക്റുകൾ ചൊല്ലുമ്പോൾ ഇവിടെയൊക്കെ നമ്മളെന്താണ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ ഹൃദയമില്ല അല്ലേ, ഒരു എന്താണ് ഇഖ്ലാസ് ഇല്ല. ചിലപ്പോൾ അവിടെ സുന്നത്ത് ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. എന്നാൽ ഇതൊക്കെ തെറ്റാന്നറിയാം. ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല, അത് തെറ്റായിട്ടുള്ള കാര്യമാണ്, ശൈത്താൻ്റെ സ്വഭാവമാണെന്നൊക്കെ അറിയാം. പക്ഷെ എത്ര പേര് ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കുന്നുണ്ട്, ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ. വലതിൽ നിന്ന് നമ്മൾ മുന്തിക്കണം, ഇതൊക്കെ നമുക്കറിയാം. ഇന്നഹു അലാ ദാലിക ലഷഹീദ് തീർച്ചയായിട്ടും അതിനൊക്കെ അവർ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഇതൊക്കെ അറിയാം, തെറ്റാണെന്നറിയാം, മ്യൂസിക് കേൾക്കുന്നത് നല്ലതല്ല എന്നറിയാം, സിനിമ കാണുന്നത് നല്ലതല്ല എന്നറിയാം. ഇതൊക്കെ അറിഞ്ഞിട്ടും അതന്നെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമ്മൾ ബിസി ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ബിസിനെസ് നമ്മളുടെ ഇബാദത്തുകളുടെ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തുക എന്നുള്ളത്. എനിക്ക് തിരക്കാണ്, ഞാൻ വേഗം നിസ്കരിച്ചിട്ട് വരെ അങ്ങനെ പറയില്ല നമ്മൾ. അപ്പോൾ എന്താണ് നമ്മളവിടെ അള്ളാഹുവിനോട് കൊടുക്കേണ്ട ആ ഒരു റൈറ്റ് വളരെ ലൈറ്റായിട്ട് കാണാൻ, അതൊന്നും പ്രശ്നമൊന്നുമില്ല എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും നന്നായിട്ട് അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ തരുമ്പോൾ റബ്ബിനെ ഏറ്റവും നന്നായിട്ട് ഇബാദത്ത് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷാഹിദ് എന്നല്ല പറയുന്നത്. ഷാഹിദ് എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിക്കുന്നവൻ, പക്ഷെ അത് ഒരു പ്രാവശ്യമാണ്. ഷഹീദ് എന്ന് പറഞ്ഞാൽ വീണ്ടും 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 ഫഈൽ എന്നുള്ള ഫോർമാറ്റാണ്. അല്ലാഹു റഹീമാണെന്നാണ് പറഞ്ഞാൽ എന്താണ് എപ്പോഴും വീണ്ടും വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് അത് ചെയ്തുകൊണ്ടേയിരിക്കും എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇവിടെ ഷഹീദ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്, ഡൂയിങ് ഓവർ ആൻഡ് ഓവർ ഓൾ ദ ടൈം. എപ്പോഴും എന്താണ് നമ്മളുടെ ഓരോ അവയവങ്ങളും നമുക്ക് എതിരെ അല്ലെങ്കിൽ നമുക്ക് അനുകൂലിച്ച് സാക്ഷ്യം വഹിക്കുന്നതാണ് അല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വഇന്നഹു അലാ ദാലിക ലഷഹീദ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല സ്ഥലത്തും പറയുന്നുണ്ട് അല്ലേ, ബലിൽ ഇൻസാനു അലാ നഫ്സിഹി ബസീറ, മനുഷ്യൻ തന്നെ സ്വന്തം നഫ്സിന് എന്താണ് ബസീറയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നമ്മളുടെ ഓൺ അവയവങ്ങൾ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഖിയാമത്ത് നാൾ സംസാരിക്കും. എന്നെക്കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചു, നമ്മുടെ കണ്ണുകളും കൈകളും ഒക്കെ പറയും. അപ്പം നമ്മൾ ചോദിക്കും എൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നീ സംസാരിക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ അള്ളാഹു പറയും എന്താണ് നീ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന് പറയും അല്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് തന്നെ അറിയാം, നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിൽ തന്നെ ഒരു വിഷമം അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടി ഒക്കെ ഫീൽ ചെയ്യും. പക്ഷെ എന്താ പറയുക, പിന്നീട് എന്താണ് ഷെയ്ത്താന് വന്നിട്ട് പറയും അതൊന്നും കുഴപ്പമില്ല, അല്ലാഹ് പുറത്തു വന്നോളും, അല്ലെങ്കിൽ ഇതൊന്നും വലിയ പ്രശ്നമില്ല, എല്ലാവരും ചെയ്യുന്നില്ലേ, ഇങ്ങനത്തെ ചിന്തകളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളുടെ ആ ഒരു പോസിറ്റീവ് തോട്ടിനെ ഇല്ലാണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും എപ്പോഴും റബ്ബിൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കേണ്ട കാര്യമാണെന്ത്, നമ്മളുടെ ഹൃദയം എപ്പോഴും ഹിദായത്തിലേക്ക് ചാഞ്ഞതാക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്കറിയാം തെറ്റാണെന്നൊക്കെ അറിഞ്ഞിട്ട് നമ്മളത് ചെയ്യുന്നത് എന്താണ്, നമ്മളുടെ ഉള്ളിൽ ആ ഷെയ്ത്താൻ കാലാണ്. ആ ഷെയ്ത്താനെ ഇല്ലാതാക്കാൻ, ആ ഷെയ്ത്താനെ ഭയങ്കര വീക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. നമ്മൾ മറ്റുള്ളവരെ വീക്കാക്കാനല്ല നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. നമ്മളുടെ ഉള്ളിലുള്ള ഷെയ്ത്താനെ വീക്കാക്കിയിട്ട് നമ്മളുടെ നഫ്സിനെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നേ വേണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, യൗമ തശ്ഹദു അലൈഹിമുൽ
അലൈഹിം അൽസിനതഹും വഅയ്ദിഹിം ഫഅർജുലുഹും. അതുപോലെ തന്നെ ബിമാക്കാനും യഅ്മലൂൻ അല്ലെ. നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ചിട്ട് എന്താണ് നിങ്ങളുടെ നാവും നിങ്ങളുടെ കൈകളും നിങ്ങളുടെ കാലുകളും ഒക്കെ എന്താണ് ഷഹീദായിരിക്കും. സുബ്ഹാനല്ലാഹ്. സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കും. സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നന്നായിട്ട് തിങ്ക് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. നമ്മൾ എന്ത് പ്രവർത്തിക്കുമ്പോഴും നാളെ ഈ പ്രവർത്തനം എനിക്ക് എതിരായിരിക്കോ, എനിക്ക് അനുകൂലിച്ചിട്ടായിരിക്കോ എൻ്റെ അവയവങ്ങൾ പറയാം എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. നമ്മുടെ കണ്ണുകൾ എസ്പെഷ്യലി ഇപ്പോഴത്തെ കാലത്ത് മീഡിയകളുടെ സോഷ്യൽ മീഡിയകളുടെ ഒരു ലോകത്താണ് നമ്മളുള്ളത്. ആ ഒരു മീഡിയയിലൂടെ നമ്മൾ കാണുന്നത് നമ്മുടെ കണ്ണും നമ്മുടെ കേൾവിയും നമ്മുടെ ഹൃദയവും ഇതൊക്കെ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്നതിൽ മൂന്നും നമുക്ക് എതിരെയോ അല്ലെങ്കിൽ നമുക്ക് അനുകൂലിച്ചോ പറയേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് അനുകൂലിച്ച് പറയുന്നവരാക്കി നമ്മളുടെ കണ്ണിനെയും നമ്മുടെ ഹൃദയത്തിനെയും നമ്മുടെ കാതുകളെയും നമ്മൾ മാറ്റുക. അല്ലാഹുമ്മ ആഫിനി ഫി ബസരി, അല്ലാഹുമ്മ ആഫിനി ഫി സമഇ, അല്ലാഹുമ്മ ആഫിനി ഫി ബദനി എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ. അവിടേക്ക് ആഫിയ എന്ന് പറഞ്ഞത് എന്താണ്? റബ്ബിന് ഇഷ്ടമുള്ള രീതിയിലേക്ക് ആക്കുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. വളരെ പേടിപ്പെടുത്തുന്ന ആയത്താണ്. വഇന്നഹു അലാ ദാലിക ലശഹീദ് എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു പറഞ്ഞത് എന്താണ്? വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, തീർച്ചയായും അവൻ ധനത്തോടുള്ള സ്നേഹം കഠിനമായവനാകുന്നു. സുബ്ഹാനല്ലാഹ്. ഈ ആയത്ത് എന്താണ് പറയുക, അതിൻ്റെ സ്ട്രക്ചറിൽ ശരിക്കും പറഞ്ഞാൽ വഇന്നഹു ലിൽ ഖൈരി ഹുബ് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ്, പണത്തിനോട് ഭയങ്കര ഇഷ്ടം എന്നുള്ളതാണ് പറയേണ്ടത്. ഇവിടെ എന്താണ് അതിനോടുള്ള സ്നേഹം എന്ന്, അവൻ ധനത്തോടുള്ള സ്നേഹം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഗ്രാമറ്റിക്കലി അത് പഠിക്കുന്നവർക്കാണ് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. വഇന്നഹു ലിൽ ഖൈരി ഹുബ് എന്നാണ് പറയേണ്ടത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ നമ്മൾ ഖുർആനിൽ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് തുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ അല്ലേ. ഇവിടെയൊക്കെ ഖൈർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഖൈർ എന്നിവിടെയൊക്കെ പണത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. മനുഷ്യന്മാരുടെ ഒരു മെൻറ്റാലിറ്റി ആണല്ലോ അത്. നമുക്കറിയാം എന്താണ്, പൈസ ഉള്ളവനാണെന്നുണ്ടെങ്കിൽ അവനൊക്കെ രക്ഷപ്പെട്ട്, ഒരാൾക്ക് ജോലി നഷ്ടപ്പെട്ടാലും വല്ലാത്ത കഷ്ടമാണല്ലേ അവരുടെ കാര്യം. അങ്ങനെയാണ് നമ്മൾ മനുഷ്യന്മാർ പറയാം. നമുക്കറിയില്ല അതിലുള്ള ഖൈറും ഷെറും. നമ്മളത് ഖൈർ തന്നെയാണ്. എന്താണ്, പണം ഉണ്ടെങ്കിൽ ഖൈർ, പണം ഇല്ലാത്തത് ഷെർ എന്ന് പറയും. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇവിടെ എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് വഇന്നഹു, നിശ്ചയമായും അവൻ. ലി, ഇവിടെ ഈ ലി എന്നുള്ളത് ഫോർ എന്നാണ്, അതിനോട് എന്നുള്ള അർത്ഥമാണ്. അപ്പം അതിനോട് എന്ന് പറയുമ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ ധനത്തോട് എന്നാണ് പറയേണ്ടത് അല്ലേ. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? ലി ഹുബ്, സ്നേഹത്തോട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇവിടെ എന്താണ് ഈ ഹുബ് എന്ന് പറഞ്ഞാൽ? നമുക്ക് എന്തിനെങ്കിലോടും ഭയങ്കര, നമ്മളൊരു സാധനം കണ്ട് നമുക്ക് അതിനോട് എന്താണ് ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നി. നമ്മൾ വിചാരിക്കണം ഇതെനിക്ക് നല്ലതായിരിക്കും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന പല കാര്യങ്ങളും സ്ട്രൈവ് ചെയ്ത് ചെയ്യാം. അങ്ങനെ അത് നമ്മൾ നേടിയെടുക്കുക. അതിനാണ് നമ്മൾ ഹുബ് എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഇതെല്ലാം മനുഷ്യർ ചെയ്യുന്നല്ലേ. ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് നമ്മളെന്താണ് പണം സമ്പാദിക്കാം. അപ്പോൾ അത് നമ്മൾ ഹുബാക്കി മാറ്റാം. അതിനോട് നമ്മൾ ഇഷ്ടം കൂട്ടാണ്. അത് ഹയറാക്കി തോന്നിക്കുകയാണ് നമ്മൾക്ക് തന്നെ. അപ്പോൾ നമ്മളോട് ചോദിക്കാം, നമുക്കിതുപോലെ നമുക്ക് ഹയറാണെന്ന് തോന്നിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എന്തിനെങ്കിലും പിന്നാലെ പോകുന്നുണ്ടോ? നമ്മളടുത്ത് നമ്മൾ റബ്ബിനോട് ഇസ്തിഖാറ ചോദിക്കാതെയാണോ നമ്മൾ എന്തിനെങ്കിലും പിന്നാലെ പോകുന്നത് എന്ന് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ ഇസ്തിഖാറ ചോദിക്കുക തന്നെ ചെയ്യണം. ഇസ്തിഖാറ ചെയ്യുന്നതാണ്. ഇസ്തിഖാറ നമസ്കാരം നമസ്കരിച്ച് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും റബ്ബ് അതിൽ ഹയർ മാത്രമേ തരുള്ളൂ. കാരണം റബ്ബിനോട് ഹയർ ചോദിച്ച് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ നമുക്ക് റബ്ബിൻ്റെ സഹായം ഉണ്ടാകും. അതിൽ മുഴുവനും റബ്ബ് ഹയർ നൽകും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ അള്ളാഹു വീണ്ടും മനുഷ്യന്മാരുടെ ട്വിസ്റ്റഡ് മെൻറ്റാലിറ്റി ഇവിടെ കാണിക്കുകയാണല്ലേ. പണമുള്ളവൻ ഭയങ്കര ഹയറുള്ളവൻ, പണമില്ലാത്തവൻ ഭയങ്കര പാവപ്പെട്ട കഷ്ടപ്പെട്ട് കിടന്ന ആൾ, അവർക്കൊരു ഹയറും ഇല്ല എന്നൊക്കെയാണ് എന്താണ് അള്ളാഹു സുബ്ഹാനഹു ട്വിസ്റ്റഡ് മെൻറ്റാലിറ്റിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അള്ളാഹു പറയുന്നതാണ് ല ഷദീദ്. നേരത്തെ നമ്മൾ ഷഹീദ് എന്ന് പറഞ്ഞ അതേ ഫോർമാറ്റിലാണ് ഷഹീദ് പറഞ്ഞത്. എന്താണ്, വീണ്ടും 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 എപ്പോഴും എന്താണ് ധനത്തിനോട് കഠിനമായിട്ട് സ്നേഹമുള്ളവൻ എന്ന് കാണിക്കാം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. ഈ ഒരു ആയത്തിൻ്റെ ഒരു നല്ല റിഫ്ലക്ഷൻ പോയിന്റ് കേട്ടതാണ്. അതിൽ പറയുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ അതിനൊക്കെ ഒരു എക്സ്പയറി ഡേറ്റ് വെക്കാം.
ആ സമയം കഴിഞ്ഞാൽ നമ്മളത് നമ്മളിൽ നിന്നും ഒഴിവാക്കുക. അപ്പം നമുക്ക് ഒന്നിനോടും അങ്ങേയറ്റം ഇഷ്ടം തോന്നില്ല. പക്ഷെ നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ നമ്മളുടെ വീട്ടിൽ, നമ്മുടെ ചുറ്റുപാടൊക്കെ ആയിട്ട്. അത് നമ്മളിൽ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ അതൊന്ന് പൊട്ടിപ്പോയാൽ, അല്ലെങ്കിൽ അതൊന്ന് നഷ്ടപ്പെട്ടു പോയാൽ, ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലുള്ള വിഷമം ഭയങ്കരം തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. റബ്ബിനോട് അശദ്ദ ഹുബ്ബൻ ലില്ലാഹ്, അതുപോലത്തെ അങ്ങനെയുള്ള ആളുകൾ വമിനന്നാസി വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അതായിരിക്കണം നമ്മൾ, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. റബ്ബിനോടായിരിക്കണം നമുക്ക് അശദ്ധായിട്ടുള്ള ഹുബ്ബ് ഉണ്ടാക്കേണ്ടത്. ഒരു ഖൈറിനോടോ ഒരു മാലിനോടോ ഒരു വ്യക്തിയോടോ അല്ല, റബ്ബിനോടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും റബ്ബിനോട് അങ്ങേയറ്റം ഹുബ്ബുള്ള ആളുകളാക്കി മാറ്റട്ടെ. ആമീൻ. അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ. എന്നാൽ അവൻ അറിയുന്നില്ലേ ഖബറുകളിലുള്ളത് ഇളക്കി മറിച്ച് പുറത്ത് കൊണ്ടുവരപ്പെടുകയും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനു മുമ്പ് മനുഷ്യർക്ക് അങ്ങേയറ്റം ഹുബ്ബാണ് ഖൈറിനോട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അവൻ അറിയുന്നില്ലേ ഇതൊക്കെ വിട്ട് കളഞ്ഞിട്ട് അവന് ഭൂമിന്റെ ഉള്ളിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. എന്നിട്ട് പിന്നീട് അതിൻ്റെ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നതും അവൻ അറിയുന്നില്ലേ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അഫലാ യഅലം, അവൻ അറിയുന്നില്ലേ. നമ്മൾ ഓരോരുത്തരോടും അല്ലാഹു ചോദിക്കുകയാണ്, നീ അറിയുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് സത്യം പറഞ്ഞാൽ അല്ലേ. ഇദാ ബുഅ്സിറ, ഇതാന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ എന്നുള്ള അർത്ഥമാണ്. ബുഅ്സിറ ബുഅ്സിറ എന്നുള്ളത് ബഅസ പ്ലസ് ഇഅ്സറ എന്ന് പറയുന്നുണ്ട്. ബുഅ്സിറ എന്ന് പറഞ്ഞാൽ അതിനെ എന്താണ്, തല കുത്തി മറിച്ച് ഇളക്കി മറിച്ചിട്ട് അതിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള അർത്ഥമാണ്. ഇപ്പം നമ്മളൊരു സാധനം ഒരു പെട്ടിൻ്റെ ഉള്ളിൽ എന്താണ് കുറേ തെരഞ്ഞിട്ട് കിട്ടാത്തപ്പോൾ നമ്മൾ കുറേ കൈയിട്ടൊക്കെ നോക്കിയിട്ട് കിട്ടാൻ അവസ്ഥ നമ്മൾ എന്ത് ചെയ്യും, ആ പെട്ടി കൊട്ടിയിട്ട് നമ്മൾ ആ സാധനം എടുക്കാൻ നോക്കലേ. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖബറുകളിലുള്ളത് ഇളക്കി മറിച്ച് അപ്സൈഡ് ഡൗൺ ആക്കിയിട്ട് പുറത്ത് കൊണ്ടുവരപ്പെടും എന്നുള്ളത് അവൻ അറിയുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു said everything comes out, എല്ലാം പുറത്തേക്ക് വരും അല്ലേ. നിങ്ങൾ ഈ ഒരു മാല ഇഷ്ടപ്പെട്ടുകൊണ്ട് നടക്കുന്ന ഈ മാലൊക്കെ എന്താണ്, എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഈ ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇടും അല്ലേ. കാരണം ഭൂമിയിലുള്ളതാണ് എല്ലാം വരുന്നത്. ആ ഭൂമിയിലേക്കാണ് തിരിച്ചു പോകുന്നത് നമ്മൾ. എന്നിട്ടോ പിന്നീട് ആ ഒരു ഖിയാമത്ത് നാളിൽ എല്ലാം അല്ലേ, അഖ്റജത്തിൽ അർളു അസ്ഖാലഹ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ളതൊക്കെ എന്താണ് പുറത്തേക്ക് ഇടും അല്ലേ. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെയും പറഞ്ഞത് അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ. എന്ത് റീസൺ ആയിക്കോട്ടെ, നിങ്ങൾ എന്തെങ്കിലും ഒരു വസ്തുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ റബ്ബ് പുറത്തേക്ക് കൊണ്ടുവരുന്ന തന്നെ ചെയ്യും എന്ന് നിനക്ക് അറിയുന്നില്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം. അവർ പല കാരണങ്ങൾ കൊണ്ടും, ഇപ്പം നമ്മളിവിടെ അറബുകളെ കുറിച്ച് പറയണല്ലോ, അവർ യുദ്ധങ്ങളിൽ പല ആളുകളെ കൊന്നൊടുക്കിയതും ഇതൊന്നും എന്താണ് അവർ വിചാരിക്കുന്നില്ല, എന്താണ് ഇതിനൊക്കെ നാളെ ശിക്ഷ ഉണ്ടാകുമെന്നൊന്നും അവർ വിചാരിക്കുന്നില്ല. ഇതൊക്കെ അവരെ കൂടെ പുറത്തേക്ക് വരും എന്നൊന്നും അവർ ചിന്തിക്കുന്നേ ഇല്ല. അവർ കൂടുതൽ നന്ദിക്കെട്ടവരായിക്കൊണ്ട് സ്വന്തം ഇച്ഛകളെ പിൻപറ്റിയിട്ട് അങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഷോക്കിംഗ് പോയിന്റ് ആയിട്ട് ചോദിക്കുകയാണ്, അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ. നിങ്ങൾ എന്താണ് അറിയുന്നില്ലേ, നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും റബ്ബ് പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളത് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമുക്ക് എല്ലാവർക്കും റബ്ബ് ഏറ്റവും നല്ല അവസാനം നൽകട്ടെ. ആമീൻ. വഹുസ്സില മാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ളത് വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നമ്മളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലോ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റൻഷൻ, നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകുന്ന പ്രവൃത്തികൾ, നമ്മൾ ചിന്തിച്ചു പോകുന്ന കാര്യങ്ങൾ ഓരോന്നും റബ്ബിന് ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് അറിയാം അല്ലേ. റബ്ബ് എല്ലാം അതിനുള്ളിൽ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് റബ്ബിൻ്റെ നമ്മളുടെ കിതാബിൽ അല്ലേ. സുബ്ഹാനല്ലാഹ്. ഇവിടെ ഹുസ്സില എന്നുള്ള വാക്ക് ഹാസിൻ സ്വാദ് ലാം എന്നാണ്. തഹ്സീൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തൊലിച്ചിട്ട് അതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഇളനീരായിട്ടുള്ള തേങ്ങയൊക്കെ എന്താണ് അത് കുറേ നമ്മൾ എന്താണ് ചുറ്റുപാടൊക്കെ പൊട്ടിച്ച് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചിരണ്ടി എടുക്കും അല്ലേ. അതുപോലെയൊക്കെയാണ് ഇവിടെ അർത്ഥം വരുന്നത്. അതല്ലെങ്കിൽ ഒരു ഓറഞ്ച് നമ്മൾ അതിന് തൊലി കളഞ്ഞിട്ട് അതിനെ നീര് പിഴിഞ്ഞെടുക്കുക അല്ലേ. ഇതിനാണ് ഈ ഒരു തഹ്സീൽ എന്നുള്ള വാക്ക്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഹൃദയങ്ങളിലുള്ളതൊക്കെ റബ്ബ് എന്താണ് ഇതുപോലെ ഇങ്ങോട്ട് പുറത്തേക്ക് അങ്ങോട്ട് പിഴിഞ്ഞ് കൊണ്ടുവരും. സുബ്ഹാനല്ലാഹ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറഹ് വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറഹ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലാഹു മുമ്പത്തെ ആയത്തിലൂടെ പറഞ്ഞു എന്താണ്,
നിങ്ങളുടെ എന്താണ് നിങ്ങളെ മൊത്തമായിട്ടും എന്താണ് നിങ്ങളെ ഭൂമിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു പറഞ്ഞു. നിങ്ങൾ ഇതുവരെ സമ്പാദിച്ചതും നിങ്ങളെയും എല്ലാത്തിനെയും പുറത്തേക്ക് കൊണ്ടുവരുന്നു പറഞ്ഞു. എന്നിട്ട് ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതും പുറത്തേക്ക് വെളിവാക്കുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മുടെ ഹൃദയം തന്നെ എന്താണ് നമുക്കെതിരെ സംസാരിക്കുന്ന അവസ്ഥ വരും അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷിക്കട്ടെ. നമ്മളുടെ ഹൃദയത്തിനുള്ളിലുള്ള ഓരോ എന്താ പറയുക നന്ദി കെട്ട കാര്യങ്ങളും നമ്മളുടെ ഹൃദയത്തിലുള്ള മറ്റുള്ളതിനോടുള്ള ഹബ്ബും ഒക്കെ എന്താണ് വിൽ ബി ഷോൺ ഔട്ട് സൈഡ്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പുറത്തേക്ക് പിഴിഞ്ഞ് കളയും. അപ്പോൾ അല്ലാഹു പുറത്തുള്ള കാര്യം ഉള്ളിലുള്ള കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു അല്ലേ? ഖുബൂറിലുള്ളത് ഖബറിൻ്റെ ഉള്ളിലുള്ളതൊക്കെ പുറത്തേക്ക് വരും. അതുപോലെ തന്നെ സുദൂറിലുള്ളത് നമ്മുടെ സ്വദറിനുള്ളതൊക്കെ പുറത്തേക്ക് വരും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റബ്ബ് നമ്മുടെ ഹൃദയത്തിലുള്ളതൊക്കെ ഏറ്റവും നല്ലതാക്കട്ടെ അല്ലേ? നമ്മളുടെ പുറവും അകവും ഒക്കെ റബ്ബ് നന്നാക്കി തരട്ടെ. നാളെ പുറത്തേക്ക് അത് പിഴിഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അനുകൂലമായിട്ട് നമുക്ക് സന്തോഷം തരുന്ന നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന കാര്യങ്ങളാക്കട്ടെ. നമ്മളുടെ ഓരോ നമ്മളുടെ ഹൃദയത്തിനുള്ള കാര്യങ്ങൾ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അതിൽ അസൂയയോ അഹങ്കാരോ അല്ലെങ്കിൽ ചീത്ത ആയിട്ടുള്ള ഏത് തരത്തിലുള്ള നീയത്തുകളോ ഒന്നുമില്ലാതെ എല്ലാം ഏറ്റവും ഹൈറാക്കി തന്നെ റബ്ബ് മാറ്റട്ടെ. അമീൻ. ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. ഇന്ന തീർച്ചയായും അല്ലെ റബ്ബഹും again റബ്ബ് എന്നുള്ളത് പറയണം. നിങ്ങൾക്ക് എല്ലാം ചെയ്തു തരുന്ന അതായത് അവരുടെ രക്ഷിതാവ് അവർക്കെല്ലാം ചെയ്തു കൊടുക്കുന്ന അവരുടെ രക്ഷിതാവ് ബിഹിം. എന്താണ് ബിഹിം? അന്നേ ദിവസം അല്ലെ? എന്താണ് ബിഹിം അവരെ പറ്റി. യൗമഇദ് എന്ന് പറഞ്ഞാൽ അന്നേ ദിവസം. ബിഹിം അവരെ പറ്റി ലഖബീർ സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു. എല്ലാം ഫൈനായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്പെഷ്യലി യൗമഇദിൻ എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ട്. റബ്ബ് അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് വളരെ സൂക്ഷ്മമായിട്ട് അറിയുന്നവനല്ലേ? അതെ. പക്ഷെ അന്നേ ദിവസം വേറെ ആർക്കും തന്നെ നമ്മളെ കുറിച്ച് ഒന്നും അറിയില്ല അല്ലേ? അന്ന് റബ്ബിനെ മാത്രമേ നമ്മളെ കുറിച്ചിട്ട് ഏറ്റവും നന്നായിട്ട് അറിയുള്ളൂ. ഇന്ന റബ്ബഹും തീർച്ചയായിട്ടും അവരുടെ റബ്ബ് ബിഹിം അവരെ പറ്റി യൗമഇദിൻ അന്നേ ദിവസം ലഖബീർ. സുബ്ഹാനല്ലാഹ്. നമ്മളെ കുറിച്ചിട്ട് ഫുള്ളി നമ്മളുടെ അകവും പുറവും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെക്കാളും നന്നായിട്ട് ഫൈൻ ഡീറ്റെയിൽസ് വരെ അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് അല്ലാഹു പറയണം. നമ്മൾ നന്ദി കാണിച്ചോ, നമ്മൾ ഉള്ളിൽ നന്ദികേട് കാണിച്ചിട്ട് പുറത്തേക്ക് നന്ദി കാണിക്കുന്നവരാണോ, കാപട്യം വെക്കുന്ന ആളുകളാണോ അല്ലെ, മറ്റുള്ളവരെ പറ്റിക്കുന്നവരാണോ, ഇതൊക്കെ റബ്ബിന് നന്നായിട്ട് അറിയും. നമ്മളുടെ അകവും പുറവും ഒരുപോലെ ക്ലിയർലി അള്ളാഹുവിന് അറിയാമെന്ന് പറയണം. ഇവിടെ ആദ്യം എന്താണ് പറയാ ബിഹിം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത് തന്നെ എന്താണ് പറയുക എക്സ്ക്ലൂസിവിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എസ്പെഷ്യലി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ സൽസലയിൽ പറയുന്നുണ്ട് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹ. അവിടെയും അഖ്ബാർ എന്ന് പറഞ്ഞാൽ ന്യൂസ് എന്നുള്ള അർത്ഥമാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ നാമം അൽ ഖബീർ ഇവിടെ ഉപയോഗിക്കാം. സുബ്ഹാനല്ലാഹ്. അതുപോലെ തന്നെ അതിന് മുമ്പുള്ള ആയത്തിൽ അള്ളാഹു അഫല യഅലം മനുഷ്യർ കാണുന്നില്ലേ എന്ന് ചോദിക്കാം. അലിയും ഖബീറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അലിമിനേക്കാളും ഒരു ലിറ്റിൽ മോർ എന്താണ് ഡീറ്റെയിൽഡ് ആണ് ഖബീർ എന്ന് പറഞ്ഞാൽ. അതായത് അൽമ മാത്രമല്ല അള്ളാഹു അലിയും മാത്രമല്ല അള്ളാഹു അൽ ഖബീറും കൂടെ ആണെന്ന് പറയാൻ കാരണം മനുഷ്യന്മാർക്ക് കുറേ കാര്യങ്ങൾ അറിയാനേ പറ്റുള്ളൂ. പക്ഷെ അതിലുള്ള ഫൈനസ്റ്റ് ആയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അൽ ഖബീർ ആയിട്ടുള്ളവർ മാത്രമേ അറിയുള്ളൂ. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് തന്നെ അൽ ഖബീർ നമ്മുടെ ലൈഫിൽ എന്ത് കൊണ്ടുവന്നാലും നമുക്കത് ഖൈറായിരിക്കും. കാരണം അവന് അൽ ഹക്കീമും കൂടെയാണ് അല്ലെ? അൽ ഹക്കീം അൽ ഖബീർ ഒക്കെ എപ്പോഴും ഒരുമിച്ച് വരുന്നതാണ്. അൽ അലീം അൽ ഖബീർ അൽ അലീം അൽ ഹക്കീം ഈ മൂന്ന് നാമങ്ങളും ഭയങ്കര കണക്റ്റഡാണ്. അപ്പം നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുന്നതും അൽ ഹക്കീമിൻ്റെ എന്താണ് ഹിക്മത്തോടു കൂടിയാണ് അല്ലേ? അൽ ഖബീറിന് അതിൽ ഏറ്റവും ഫൈനായിട്ടുള്ള ഖബറുകൾ അറിയാം. അൽ അലീമിന് അറിയാം എന്ത് ഈ ഒരു കാര്യം നമുക്ക് ഹൈറാണോ ഇല്ല എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പോൾ ഈ ഒരു സൂറത്ത് വളരെ എന്താണ് സന്തോഷത്തോടു കൂടി ഭയങ്കര ഒരു സിനിമ കാണുന്ന മൂഡിലൊക്കെ എന്താണ് ഇരുന്നിട്ട് എന്താണ് സ്വന്തം കാര്യത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ആ ഒരു സ്വന്തം മനസ്സിൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇങ്ങനെ കണ്ട് അവസാനം അല്ലാഹു സുബ്ഹാനഹു നമ്മളെ പിടിച്ചു കുലുക്കുകയാണ് അല്ലേ? നിങ്ങളുടെ ഉള്ളിലുള്ളതും പുറത്തുള്ളതൊക്കെ ഫുള്ളി അറിയുന്നവനാണ് അൽ ഖബീറാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ഈ സൂറ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബിഗിനിങ്ങും എൻഡിങ്ങും ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അല്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും നാളെ പരലോകത്ത് ഏറ്റവും നല്ല പര്യവസാനം ഉണ്ടാകട്ടെ.
നമുക്ക് ലെസൺസിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിന് തഫ്സീറിൽ തന്നെ കുറേ മനസ്സിലാക്കിയില്ലേ. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെന്താണ് ഈ ഒരു ദീനിൻ്റെ കാര്യം പറഞ്ഞതിന് മുമ്പ് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവർക്ക് സ്റ്റക്കായിട്ട് സ്പീച്ച്ലെസ് ആക്കുന്ന രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ജവാബുൽ ഖസം അല്ലേ, ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്, തീർച്ചയായും മനുഷ്യൻ തന്നെ രക്ഷിതാവിനോട് അങ്ങേയറ്റം നന്ദി കെട്ടവനാണെന്ന് പറഞ്ഞു അല്ലേ. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് സത്യം പറഞ്ഞാൽ റബ്ബിനോട് എന്താണ് പറയുക, ശുക്ർ കാണിക്കുന്ന ആളുകൾ. ഖലീലൻ മിൻ ഇബാദിയ ശുക്കൂർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് അങ്ങേയറ്റം നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഇബാദിയ ശുക്കൂറിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു ചെറിയ കാര്യം കിട്ടിയാലും നമ്മൾ അൽഹംദുലില്ലാഹ് പറയാൻ നമുക്ക് സാധിക്കട്ടെ. അൽഹംദുലില്ലാഹ് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒന്ന് ഇല്ലാണ്ടായി പോയാലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വിഷമമുള്ളതാക്കിയാലും സുബ്ഹാനല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്തുണ്ടാവും അല്ലേ നമുക്ക് സന്തോഷിക്കാൻ. അപ്പോൾ നമ്മൾ അൽഹംദുലില്ലാഹ് ഏത് സിറ്റുവേഷനിലായാലും അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. റബ്ബ് തീർച്ചയായിട്ടും നമ്മൾ ഹംദ് ചെയ്യുന്നതിനനുസരിച്ച് അതിൽ വർധനവ് ഉണ്ടാക്കി തരുന്നേ ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു സൂറത്തിലും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖുർആൻ തുടങ്ങുന്നതിന് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലേ. അപ്പോൾ ഹംദിൻ്റെ പ്രാധാന്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സൂറത്തിലൂടെയും ഈ ഒരു ആയത്തിലൂടെയും നമ്മൾ ഓർമ്മപ്പെടുത്തി. ഇന്നൽ ഇൻസാന ലി റബ്ബിഹി ലകനൂദ്. എന്നിട്ടോ പിന്നെ നമ്മൾ അടുത്ത ആയത്തിലൂടെ പറഞ്ഞു എന്താണ്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക്ക് തന്നെ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും റബ്ബിന് ഇഷ്ടമാണോ അല്ലേ നമ്മൾ ചിന്തിക്കുക. റബ്ബ് സാക്ഷ്യം വഹിപ്പിക്കുമോ, നമ്മളെ എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് അനുകൂലിച്ചിട്ടായിരിക്കുമോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. അതുപോലെ തന്നെ പോസിറ്റിവിറ്റി നമ്മൾ പറഞ്ഞില്ലേ, നെഗറ്റിവിറ്റീൻ്റെ ഉള്ളിൽ നമ്മൾ കിടന്ന് പെട്ടു പോകരുത്. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനും പോസിറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കാം. നമുക്ക് എല്ലാവർക്കും എളുപ്പം നൽകട്ടെ. അതുപോലെ തന്നെ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ട, ഒരു ഗ്ലാസ് വെള്ളം ഹാഫാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ് ഹാഫ് ഉണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മൾ അത്ര ഉണ്ടല്ലോ എന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പഠിക്കുക അല്ലേ. അതുപോലെ നമുക്കറിയാം മക്കളിൽ നിന്നും എന്തെങ്കിലും ഒന്ന് അവർക്ക് ടോയ്സ് ബോക്സ് ഇഷ്ടം പോലെ ഉണ്ടാകും, പക്ഷെ അതിൽ ഏതെങ്കിലും ഒരു ടോയിൽ നിന്ന് പോയാൽ അവർക്കുള്ളൊരു വിഷമം നമ്മൾ കാണുന്നുണ്ടല്ലേ. നമ്മൾ മനുഷ്യരും എല്ലാവരും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഉള്ളതിൽ നിന്ന് ഒന്ന് പോയാൽ അതിനെക്കുറിച്ചിട്ടാണ് നമുക്കറിയാം, പക്ഷെ അപ്പുറത്ത് ഇത്രയും ഉണ്ടല്ലോ എന്ന് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് ചിന്തിക്കാം. റബ്ബ് നമുക്ക് എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് റബ്ബിനെ ആരാധിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഹൃദയങ്ങളിലുള്ളതൊക്കെ നമ്മൾ നല്ലതാക്കുക. കാരണം റബ്ബ് ഒരിക്കലും അതെല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ടും അത് പ്രസൻറ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമ്മൾ എങ്ങനെ ആയിരിക്കും നമ്മളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മുടെ എന്താണ് ഉള്ളിലുള്ളത്, നമ്മുടെ ഹുസ്ന മാഫി സുദൂർ, നമ്മുടെ സുദൂറിലുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോഴും എന്താണ് എല്ലാവർക്കും കാണുന്നത് നല്ലതാക്കി തരട്ടെ. ആമീൻ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹിസാബ് ജഡ്ജ്മെൻറ്റിൽ ഏറ്റവും എളുപ്പമാക്കി തരട്ടെ. അല്ലാഹു അൽ ഖബീറാണ്, എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയുന്നവനാണ്. അതെല്ലാം അവൻ പുറത്തേക്ക് കാണിച്ചു തരുമ്പോൾ നമ്മളുടെ ഹിസാബ് ഏറ്റവും എളുപ്പമുള്ളതാക്കി തരട്ടെ. അല്ലാഹുമ്മ ഹാസിബിനി ഹിസാബൻ യസീറാ. ആമീൻ ആമീൻ. അൽഹംദുലില്ലാഹ്. ഇതൊക്കെയാണ് ഈ ഒരു സൂറയിലൂടെ പറയാനുള്ളത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ നിഅമത്തിനെ കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കാം. നമ്മൾക്കുള്ളതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മളുടെ എന്താണ് ചെറിയ കാര്യങ്ങളില്ലാത്തതിൽ നമ്മൾ സ്റ്റക്കായി പോകരുത്. നമ്മളെപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കാം. നമ്മൾ റബ്ബിനോട് കാണിക്കുന്ന ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് റബ്ബിനോട് തിരിച്ചു കൊടുക്കേണ്ട ഹക്ക് നമ്മൾ എത്ര കൊടുക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മൾ അവരുടെ ചെറിയ പോരായ്മകൾക്ക് ചീത്ത പറയുമ്പോൾ നമ്മൾ റബ്ബിനോട് എത്ര എന്താണ് തെറ്റുകൾ ചെയ്തിട്ട് എത്ര ഷോർട്ട് കമ്മിങ്സ് വരുത്തിയിട്ട് റബ്ബ് നമ്മളുടെ വല്ലതും പിടിച്ചു വെക്കുന്നുണ്ടോ എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. അതുപോലെ തന്നെ കൂടുതൽ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിട്ട് മാറുക. ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഖൈർ കൊടുത്തുകൊണ്ട് നമ്മൾ അതിനോടുള്ള ഹുബ്ബ് കുറക്കാൻ വേണ്ടി ശ്രമിക്കുക. റബ്ബായിട്ട് നമ്മൾ സീക്രട്ട് ആയിട്ട് പലതും റിലേഷൻസ് കീപ്പ് ചെയ്യുക. കാരണം ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ റബ്ബിനോട് ഇത്ര ക്ലോസ് ആയിട്ടുള്ള ആളുകളായിരുന്നു എന്ന് മറ്റുള്ളവർ അപ്പോഴായിരിക്കും അറിയാം. അങ്ങനത്തെ ആളുകളാകാൻ നമുക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ അല്ലാഹുവായിട്ട് സീക്രട്സ് ഒരുപാട് കീപ്പ് ചെയ്യും. ആർക്കും അറിയാതെ നമുക്ക് അല്ലാഹുക്ക് മാത്രം അറിയുന്ന ഒരു സീക്രട്സ് കീപ്പ് ചെയ്തിട്ട് നമുക്ക് നാളെ റബ്ബ് അതൊക്കെ പുറത്തേക്ക് ഹസ്സില മാഫി സുദൂർ എന്ന് പറയുമ്പോൾ അന്ന് നമുക്കെല്ലാം ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ദിവസമാക്കി അല്ലാഹു മാറ്റട്ടെ. ആമീൻ.
الحمد لله الحمد لله الحمد لله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم سبحانك اللهم وبحمدك نشهد أن لا إله إلا أنت نستغفرك ونتوب إليك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اجعل حبك أحب إلينا من أنفسنا اللهم إنا نسألك حبك وحب ما يحبك وحب عمل الذي يقربنا إلى حبك اللهم إنا نسألك الجنة الفردوس الأعلى الحمد لله رب العالمين جزاكم الله خيرا بارك الله فيكم നിങ്ങൾക്ക് എന്തെങ്കിലും നന്മകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്തെങ്കിലും തിന്മ വന്നിട്ടുണ്ടെങ്കിൽ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് എന്നിൽ നിന്നും ഷെയ്ത്താനിൽ നിന്ന് മാത്രമാണ് ഒരുപാട് ഡിസ്റ്റർബൻസ് ഇൻ ബിറ്റ്വീൻ ക്ലാസ്സിൽ വന്നിട്ടുണ്ട് അതിനൊക്കെ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു